ഇതെന്തൊരു വേഷം? ചേച്ചി സാരിയാണോ എടുത്തത്? ചുരിദാർ ഇടുന്നല്ലേ എന്നോട് പറഞ്ഞത്? ആ ചുരിദാർ ഇടുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ സാരി എടുത്തു. ആ വേഗം പോകാൻ വൈകണ്ടേനി. ആഹാ ചേച്ചി എന്തായാലും മാറി കൊള്ളാട്ടോ. എന്നെ കൊണ്ട് ചുരിദാർ ഇടിച്ചിട്ട് ചേച്ചി അങ്ങനെ സാരി എടുത്തിട്ടല്ലേ പോകുന്നത്? ഞാനെങ്ങും വരുന്നില്ല. നിന്നെ കൊണ്ട് ചുരിദാർ ഇടിച്ചെന്നോ? നീ എന്തൊക്കെയായി പറയണത്? ചേച്ചി ചുരിദാർ ഇടുന്നെന്ന് പറഞ്ഞിട്ടല്ലേ ഞാനും ചുരിദാർ ഇട്ടത്. എന്റെ പൊന്നോ, ഞാൻ ചുരിദാർ ഇടാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അലമാര തുറന്നപ്പോൾ ഞാൻ എന്റെ ഈ സാരി കണ്ടു. അതുകൊണ്ട് ഞാൻ എടുത്തു. അതിനിപ്പോ എന്താ? എനിക്ക് കൊടുത്തുകൂടെ? എന്റെ സ്വന്തം സാരിയല്ലേ ഇത്? ഇത് മനഃപൂർവ്വമാണ്. എനിക്കറിയാം അതൊക്കെ. ഇപ്പൊ കണ്ടോ, എന്നെ കണ്ട പിച്ചക്കാരി ലുക്കും ചേച്ചിയെ കണ്ട ഒരു ഗ്രാൻഡ് ലുക്കും. അത് മാത്രമല്ല ചേച്ചിയുടെ മുഖത്ത് എത്രയാ ലിപ്സ്റ്റിക് ഒക്കെ തേമ്പിരിക്കുന്നത്. എനിക്കൊരു മേക്കപ്പ് സാധനം പോലും ഇല്ല. അത് കൊള്ളാലോ. എന്നോട് മേക്കപ്പ് ഇടണ്ടെന്ന് ഞാനാണോ പറഞ്ഞത്? അല്ലെങ്കിൽ പിന്നെ നിന്റെ പറച്ചിൽ കേട്ടതൊന്നും ഞാൻ നിന്റെ ഉടുപ്പാണ് നിന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടതെന്ന്. എന്റെ ഡ്രസ് ഇടാനുള്ള അവകാശം എനിക്കില്ലേ? അലമാര തുറന്നപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി, ഞാൻ അത് ഇട്ടു. ഇനി കൂടുതലൊന്നും പറയണ്ട, വേഗം വാ, നമുക്ക് വൈകണ്ട, പോകാം. നമ്മൾ കല്യാണം കൂടാൻ തന്നെയല്ലേ പോകുന്നത്, അല്ലാണ്ട് അവിടെ മണവാട്ടിയായിട്ടല്ലോ. ഇയാളുടെ ജാട കണ്ടാത്തോന്നും ഇയാളാണ് മണവാട്ടി തന്നെ. അതിന് പറ്റിയ ഒരു സാരിയും. സത്യം പറയല ചേച്ചി, ചേച്ചിക്ക് ഇതൊട്ടും ചേരുന്നില്ല. ഭയങ്കര ബോറായിട്ടുണ്ട്. ആ മോന്ത കണ്ടാലേ പശു പോലെ വെള്ളം കുടിക്കില്ല. എത്രയാ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ടിട്ട് ചേച്ചിയുടെ കൂടെ കല്യാണത്തിന് പോകാനേ എനിക്ക് നാണക്കേടാണ്. അതൊക്കെ അങ്ങ് തുടച്ചു കളാം. എന്തൊരു മോശം മോശം. സമ്മതിച്ചു, എനിക്ക് ഈ സാരി ഒട്ടും ചേരുന്നില്ല. പക്ഷെ നിനക്കൂടല്ലോ ഈ ചുരിദാർ നന്നായിട്ട് ചേരുന്നുണ്ട്. നല്ലൊരു അമ്മച്ചി ലുക്ക്. എന്റെ അമ്മ എന്തൊരു ഭംഗിയാണിത്. നിന്റെ കഥാപ്രസംഗം കേട്ട് നിൽക്കാനേ എനിക്ക് സമയമില്ല. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇനി വൈകിയാൽ അമ്മ നമ്മളെ കൊല്ലും. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ എന്തായാലും പോവുക. എന്തൊരു ജാതി അവൾക്ക്. എന്ത് പറഞ്ഞാലും ഉണ്ടാവും. കാണിച്ചു തരാം ഞാൻ. എന്റെ ദൈവമേ, ഇനി അവൾ പറഞ്ഞത് ശരിയായിരിക്കോ? ശരിക്കും എന്നെ കണ്ടാൽ ഒരു അമ്മച്ചി ലുക്കായിരിക്കും ഉണ്ടാവുക. എന്തായാലും സാരയില്ല, ഇനിയിപ്പോ മാറ്റി ഡ്രസ് ഇടാനൊന്നും സമയമില്ല. ഇങ്ങനെ തന്നെ അങ്ങ് പോകാം. കുറച്ച് മേക്കപ്പ് എങ്കിലും ചെയ്യാമായിരുന്നു എനിക്ക്. എല്ലാം പറ്റിപ്പോയി. എന്താ മക്കൾ ഇത്ര വൈകിയത്? എത്ര നേരമായി ഞാൻ നിങ്ങളെ നോക്കുന്നു. എല്ലാരോടും പറഞ്ഞു പറഞ്ഞു മടുത്തു. നിങ്ങളോട് വേഗം വരണമെന്ന് പറഞ്ഞതല്ലേ മമ്മി? ഇവിടെ എല്ലാരും ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ നിങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു. ഈ എന്താ ഇത്രയും വൈകിയത് നിങ്ങൾ? അത് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോ വൈകി മമ്മി, അതാണ്. അതൊന്നല്ല മമ്മി. മമ്മി സാധാരണ കഴിയുന്ന സമയത്ത് തന്നെയാണ് ട്യൂഷൻ കഴിഞ്ഞത്. ഞാൻ അപ്പൊ തന്നെ റെഡിയായി. ഈ ചേച്ചിയുടെ മേക്കപ്പ് കഴിയാഞ്ഞിട്ടാ ഇത്രയും വൈകിയത്. അയ്യോ പിങ്കി മോളെ, നീ ഇത് എന്ത് ഉടുപ്പിട്ടാണ് വന്നത്? നിങ്ങളോട് മര്യാദയ്ക്ക് ഒരുങ്ങി വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വേറെ ഒരു ഉടുപ്പും അവൾക്ക് ഇല്ലാത്തതുപോലെ. എന്താ നാടി നിന്റെ കോലം ഇത്? എത്ര ജനങ്ങൾ കൂടുന്ന പരിപാടിയാണിത്. വെറുതെ മനുഷ്യന് നാണം കെടുത്താൻ എന്താ നാടി ഇട്ടാന്ന് വന്നിരിക്കുന്നത്? ഇപ്പൊ ചേച്ചിയുടെ കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പൊ അമ്മയെ തുടങ്ങിയോ? ശരി, ഞാൻ കേട്ടോളാം. പറഞ്ഞോ, അമ്മ പറഞ്ഞോ. എന്ത് ചേച്ചിയുടെ കഴിഞ്ഞെന്നോ? നീ എന്തൊക്കെയാ പറയണത്? ചേച്ചി കാരണം ഞാൻ ഉടുപ്പിട്ട് വന്നത്. എന്നിട്ടോ ഇപ്പൊ നോക്ക്, ചേച്ചി അമ്മ അടിപൊളി. ഞാൻ മാത്രം ഒരു സാധാരണക്കാരിയെ പോലെ. എനിക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇവിടെ നിന്നും പോവുക. ഇതിപ്പോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടതാണോ? നീ കുറെ നേരം മേലെ തുടങ്ങിയിട്ട്. അയ്യോ, ഇത് കല്യാണ വീടാണ്. ഒന്ന് നിർത്ത്, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു. എന്താ മോളെ പിങ്കി മോളെ, നിനക്ക് വേറെ ഉടുപ്പൊന്നും കിട്ടിയില്ലേ? എന്താ ഉണ്ടായത്? അത് പിന്നെ മമ്മി, നീ ചേച്ചി ചുരിദാർ ഇടുന്നെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനും വിട്ടു. എനിക്ക് ഡ്രസ് ഇട്ട് ഇറങ്ങിയപ്പോഴേ നീ ചേച്ചി സാരി എടുത്തിരിക്കുന്നു. ഞാൻ ഈ പേദം പോലത്തെ ചുരിദാറും. ഒന്നാമതേ വൈകി, പിന്നെ ഞാൻ എങ്ങനെ ഡ്രസ് മാറ്റാനാ? കണ്ടോ, ഈ ചേച്ചി കാരണമാണ് ഞാൻ ചുരിദാർ ഇട്ടത്. എന്നിട്ട് ഇപ്പൊ എല്ലാരും കൂടെ എന്നെ പറയുന്നു. ഞാനില്ല, ഞാൻ പോവുക കല്യാണ വീട്ടിൽ നിന്ന്. എനിക്കൊന്നും വേണ്ട. ഞാൻ ചുരിദാർ ഇടാൻ പറഞ്ഞത് ശരിയാ മമ്മി, പക്ഷേ ഞാൻ ഇവളോട് ഈ ചുരിദാർ ഇടാനൊന്നും പറഞ്ഞില്ല. ഇവക്ക് വേറെ എത്രയോ നല്ല ചുരിദാറുണ്ട്. ഈ പേദം പോലത്തെ ചുരിദാർ ഇട്ട് വരാൻ ഇവളോട് ആരാ പറഞ്ഞത്? എന്റെ അലമാര തോന്നപ്പോ ഞാൻ ഈ സാരി കണ്ടു, അതുകൊണ്ട് ഞാൻ സാരി എടുത്തു. അതിനെന്തിനാ അവൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിലും ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അവള് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കുക മമ്മി. ശരി ശരി, ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ. വാ, നമുക്ക് മണവാട്ടിയോടൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കണം. കുറെ സമയമായി പപ്പ നമ്മളെയും കാത്ത് അവിടെ നിൽക്കുന്നു. നിങ്ങൾ വരുന്നത് കാണാനിട്ട് പപ്പ സ്റ്റേജിന്റെ ഭാഗത്തോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വേണ്ട വേണ്ട, ഞാനങ്ങമില്ല ഫോട്ടോ എടുക്കാൻ. മമ്മിയും മമ്മിയുടെ മോളെയും കൂട്ടി അങ്ങ് പോയാൽ മതി. എന്റെ ഉടുപ്പ് ഭംഗിയില്ലാന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാനെങ്ങും വരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഫോട്ടോ എടുത്താൽ മതി. അങ്ങനെ നീ പിണങ്ങാതെടി. അല്ലെങ്കിലും ഉടുപ്പ് എത്ര കൊള്ളില്ലെന്ന് പറഞ്ഞാൽ എന്താ? സുന്ദരി എന്റെ മോള് തന്നെയാ. വാനേ, നമുക്ക് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാം. പിണങ്ങാതെ വാ ചക്കരേ. ചേച്ചി, എന്താടി ചേച്ചി? ചേച്ചി ബുക്ക് വായിക്കാണോ? അല്ല, ഞാനിവിടെ വീണ വായിക്കാ. കണ്ടിട്ട് നിനക്ക് എന്തേ തോന്നുന്നത്? ചേച്ചി എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്?
ഞാൻ വെറുതെ ഒരു വിശേഷം ചോദിച്ചതല്ലേ, കണ്ടിട്ട് ബുക്ക് വായിക്കുകയാണെന്ന് തന്നെയാ തോന്നുന്നത്. ഓ നന്നായി, പിന്നെ കിന്നാരം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ പാവം എന്റെ ചേച്ചി. എന്താ, എന്തു പറ്റി? എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ ഇരിക്കണേ. കുറെ സമയമായല്ലോ നീ തുടങ്ങിയിട്ട്, എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എന്താ? ഇക്കാലത്ത് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കുന്നത് പാവം എന്റെ ചേച്ചി മാത്രമായിരിക്കും. അതിന്റെ ഇപ്പൊ ആരും ബുക്കൊന്നും വായിക്കാറില്ലേ? ഇല്ല, ഇപ്പൊ ആരുടെ കയ്യിലാ ബുക്കൊക്കെ ഉള്ളത്? ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഫോണല്ലേ. പാവം എന്റെ ചേച്ചി എന്ന് പറഞ്ഞ ഞാനതാ, എന്റെ ചേച്ചിക്ക് മാത്രം മൊബൈൽ ഫോൺ ഇല്ലല്ലോ. ഓ അതാണോ കാര്യം? ഞാനതിന് ഇതുവരെ മൊബൈൽ ഫോണിന് ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ മൊബൈൽ ഫോണിനൊന്നും ആവശ്യപ്പെടാത്തത്. ചേച്ചി ആവശ്യപ്പെട്ട മമ്മി എന്തായാലും ചേച്ചിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരില്ലേ? എന്റെ ചേച്ചി ഇക്കാലത്ത് നമ്മുടെ കയ്യിൽ സ്വന്തമായി ഫോൺ ഇല്ലാത്തത് നാണക്കേടുള്ള കാര്യം തന്നെയാണ്. എന്റെ ഫ്രണ്ടിലെ നീനുവിന്റെ ചേച്ചിക്ക് ഐഫോണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഈ ചേച്ചിക്കാണെങ്കിൽ ഒരു നോക്കിയ ഫോൺ വരെ ഇല്ല. ചേച്ചിക്ക് പുറത്തൊന്നും പോകുമ്പോ നാണക്കേടില്ലേ സ്വന്തമായിട്ടൊരു ഫോൺ ഇല്ലാത്തത് കൊണ്ട്? അതിന് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ ഇല്ലാന്നല്ലേ ഉള്ളൂ, നമ്മൾ മമ്മിയുടെ ഫോൺ ഉപയോഗിക്കാറില്ലേ. ഇപ്പൊ തൽക്കാലം എനിക്ക് ആ ഫോൺ മതി. എന്റെ ചേച്ചി ഇങ്ങനെ ഒരു പഴഞ്ചൻ രീതിയിൽ ജീവിക്കാതെ ന്യൂ ജനറേഷനിലേക്ക് വാ. സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിലേ ഇൻസ്റ്റയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റൂ. ഇതൊരുമാതിരി ബുക്കും വായിച്ചോണ്ട് പഴയ കാലത്തെ പോലെ. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. സ്വന്തമായിട്ട് ഫോണിന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തായാലും ഇവിടെ നടക്കില്ല. മമ്മി ഒരിക്കലും എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു തരില്ല. പിന്നെ വെറുതെ അത് ആശിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാ പിന്നെ ഞാൻ അതിനൊന്നും വേണ്ടി ശ്രമിക്കാത്തത്. ചേച്ചിക്ക് ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞു തരാം. പക്ഷെ ഐഡിയ പറഞ്ഞതിന് മുന്നേ ചേച്ചി ഒരു പ്രോമിസ് ചെയ്യണം. പ്രോമിസോ? എന്ത് പ്രോമിസ്? ചേച്ചിക്ക് എന്നാ ഫോണ് കിട്ടിയാൽ എനിക്ക് അതിൽ നിന്ന് ഗെയിം കളിക്കാൻ തരണം. അങ്ങനെ എനിക്ക് തന്നാൽ മാത്രം ഞാൻ ചേച്ചിക്ക് ഫോൺ സംഘടിപ്പിച്ചു തരാം. ഹമ്പടെ കേബി, അപ്പൊ അതാണല്ലേ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ഫോൺ വാങ്ങിച്ചാൽ നിനക്കും അതിൽ നിന്ന് കളിക്കാലോ. അല്ലാതെ പിന്നെ ചേച്ചിയെ കൊണ്ടൊരു ഫോൺ വാങ്ങിച്ചിട്ട് വേണം അത് എനിക്ക് ഉപയോഗിക്കാൻ. അല്ലാതെ ചേച്ചിക്ക് ഫോൺ ഇല്ലാത്തതിൽ എനിക്കൊരു വിഷയവുമില്ല. എനിക്കൊക്കെ മനസ്സിലായി. കാളവാല പൊക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു തരികിടയുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ചേച്ചിക്ക് ഇപ്പൊ ഫോൺ വേണോ വേണ്ടയോ? ഫോണൊക്കെ വേണമായിരുന്നു, പക്ഷേ അത് കിട്ടുമോ? കിട്ടാനൊരു വഴിയുണ്ട്. എന്തു വഴിയാത്? വേഗം പറ നീ. നമുക്ക് മമ്മിയെ സോപ്പിടാം. മമ്മിയെ മെല്ലെ മെല്ലെ സോപ്പിട്ട് നമുക്ക് കാര്യം അവതരിപ്പിക്കാം. അപ്പൊ എന്തായാലും മമ്മി ഒരു ഫോൺ വാങ്ങിച്ചു തരും. നമ്മൾ ഇതുവരെ മമ്മിയോട് ഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. അതൊക്കെ നടക്കോ? എന്റെ ചേച്ചി ഇങ്ങനെ നെഗറ്റീവ് പറയാതെ നടക്കും, എന്തായാലും നടക്കും. ചേച്ചി എന്റെ കൂടെ നിന്നാ മതി. മമ്മി ഉണ്ട് ആ സോഫയെ കിടക്കുന്നു. ഞാൻ പോയി മമ്മിയെ മെല്ലെ സോപ്പിടട്ടെ. അപ്പൊ ചേച്ചി വന്ന് കാര്യം അവതരിപ്പിച്ചാ മതി. നീ പറയുന്നത് പോലെ ചെയ്യാം. നടക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാനേ. ചേച്ചി എന്റെ കൂടെ വാ. ശരി, എങ്കിൽ ചെല്ലു നീ. എന്തോരം പണിയായിരുന്നു. ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴുള്ളൊരു സുഖം. ഇവിടെ കിടക്കുകയാണല്ലേ കൊച്ചു കള്ളി. മമ്മി വന്നു ഞാൻ. എന്തിനാണ് കൊച്ചു എന്റെ കാലത്ത് വലിക്കുന്നത്? മര്യാദയ്ക്ക് ഒന്നും കൂടെ സമ്മതിക്കൂലേ? എന്റെ ചോദ്യം മമ്മി, ഇത് അമ്മയുടെ കാല് തടവാനും സമ്മതിക്കൂലേ? അത് ശരി, എന്തോ ഒന്ന് സോപ്പിടല. എടി ലച്ചു ചേച്ചി, നിങ്ങൾ വന്നടി. അപ്പൊ ഇവൾക്ക് മാത്രമല്ല മറ്റവൾക്കും കൊണ്ട് എന്തോ ഒരു കാര്യം. മമ്മി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ലടി, കുറച്ച് നന്നായിട്ട് കാലങ്ങൾ തിരുമിക്കോ എന്നാ. എടി പിങ്കിമോളെ, നീ ചേച്ചി വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അതെ, ചേച്ചിയും കൂടെ മമ്മിയുടെ കാല് തടവാൻ വേണ്ടിയായിരുന്നു. അതിനെന്താ, ഞാൻ കൂടെ സഹായിക്കാലോ. നിക്ക്. അതെ പൊന്നു മക്കൾക്ക് എന്ത് കാര്യമാ സാധിക്കേണ്ടതെന്ന് പറ. എന്നിട്ട് വേണ്ട കാലും കൈയൊക്കെ പിടിക്കാട്ടോ. എന്താ മമ്മി ഇങ്ങനെയൊക്കെ പറയണത്? ഞങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കൂലേ? അത് ശരി, എന്നാലേ മമ്മി ഇപ്പൊ വരാം. മമ്മിക്ക് കുറച്ചും കൂടെ പണി തീർക്കാനുണ്ട്. അയ്യോ, മമ്മി പോവുകയാണോ? നിക്ക് മമ്മി, പോകല്ലേ. എനിക്ക് അടുക്കളയിലെ പിടിപ്പത് പണിയുണ്ട്. നിങ്ങൾക്ക് പറയുന്നത് പോലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ എന്നെ കിട്ടൂല. മമ്മി ഒന്ന് ഇവിടെ ഇരുന്നേ. ചേച്ചിക്ക് ഒരു കാര്യം പറയണ്ട മമ്മിയോട്. അത് കേട്ടിട്ടേ മമ്മി പോട്. വേഗം പറ പിള്ളേരെ അങ്ങോട്ട്. അത് പിന്നെ മമ്മി, ഇവന്മാരെയും കൊണ്ട് ആ പിന്നെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം കാര്യം പറ കൊച്ചേ. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഉപയോഗിക്കാനായിട്ട് ഒരു ഫോൺ വാങ്ങിത്തരോ മമ്മി? അത്രേ ഉള്ളോ? ഫോൺ മാത്രം മതിയോ? ഒരാൾക്ക് മതിയോ അതോ രണ്ടുപേർക്കും വേണോ? മമ്മി പറഞ്ഞാട്ടെ കേട്ടെ. വില കൂടിയത് വേണോ വില കുറഞ്ഞത് വേണോ? ഏത് ടൈപ്പ് വേണം? ഐഫോൺ വേണോ? സാംസങ് മതിയോ? നിങ്ങൾക്ക് ഏതാ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം സാംസങ് മതി മമ്മി, അതാവുമ്പോ വലിയ വിലയില്ല. എന്തായാലും പിങ്കി മോളെ, അത് പോരെ? എന്നാലേ മക്കൾ ഒരു കാര്യം ചെയ്യും. മുറ്റത്തെ അച്ഛൻ പണം കായ്ക്കുന്ന മരം കുഴിച്ചിട്ട് വെച്ചിട്ടില്ലേ, അതുമ്മ പോയിട്ട് കുറച്ച് പണം പറിച്ചിട്ട് വാ. മമ്മി എന്തോ നടി കിടന്ന് കൂവുന്നത്? നിങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോ എല്ലാം വാങ്ങി തരുന്നതിന്റെ അഹങ്കാരമല്ലേ കാണിക്കുന്നത്? അല്ല, അതല്ല, എനിക്ക് മനസ്സിലാവാതെ ഇതാണ്. നിങ്ങൾ
പോലെ ഫോണ്. നിനക്കിപ്പോ സമാധാനമായില്ലേ? വെറുതെ ശശിയാവാൻ വേണ്ടിട്ട് ഓരോന്നിനും തുള്ളിക്കോളും. ഇപ്പൊ ഫോണുമില്ല, മമ്മിയുടെ കയ്യിൽ ചീത്തയും ബാക്കി. മനുഷ്യൻ എന്തൊക്കെ കൊതിച്ചു. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. ഇതിപ്പോ പവനായി ശവമായി. അയ്യോ ചേച്ചി പോകാതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പോടി വേണ്ട അവള്. അവളുടെ ഒരു സാംസങ്. മൊത്തം കുളമായല്ലോ. മമ്മി ദോശ റെഡിയായോ? നിക്ക് വച്ചേ, ഇപ്പൊ ഫ്രിഡ്ജിന്ന് മാവ് എടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നിക്ക്, ഇപ്പൊ ചൂടാട്ടോ. അപ്പൊ ഇതിനായിട്ട് ചുട്ടില്ലേ? ഇല്ല മക്കളെ, അമ്മ ഫ്രിഡ്ജിന്ന് ദോശ മാവ് എടുത്ത് ഇപ്പല്ലേ പുറത്ത് വെച്ചിരിക്കണത്. അത് തണുപ്പ് പോകാൻ വേണ്ടിട്ട് കുറച്ചേരം പുറത്ത് വെച്ചതാ. ഇപ്പൊ ചുട്ടേരാവേ. മമ്മി ഇപ്പൊ 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിട്ട് ഇപ്പൊ 1/2 മണിക്കൂറായി. ഒന്ന് വേഗം ചുട്ടേരോ. മമ്മി ആദ്യത്തെ ദോശ എനിക്ക് കിട്ടോ? കൊള്ളാലോ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി കേട്ടോ. അതെന്തിനാ ഞാൻ പള്ളി പോയി പറയണത്? മമ്മിയല്ലേ ദോശ ചുടുന്നത്, അതുകൊണ്ട് എനിക്ക് മമ്മിയോട് പറഞ്ഞാ പോരെ. അയ്യോ വലിയ തമാശ. പിന്നെ ചിരിക്കാൻ കേട്ടോ. പിന്നെ നീ ചിരിച്ചേക്കണേ. പിന്നെ എനിക്ക് ഇയാളുടെ തമാശയായിട്ട് ചിരിക്കലല്ലേ പണി. ഒന്ന് പോയ അവിടുന്ന്. എടി പിങ്കി, എന്താടി ലച്ചു? നീ എന്താടി ഇപ്പൊ വിളിച്ചേ? എന്തേ ഇയാൾക്ക് ചെവിയും കേൾക്കൂലേ? ലച്ചൂന്ന്. മമ്മി ദേ പിങ്കി നോക്ക്, അവളുടെ പേരിട്ട് വിളിക്കുന്നു. നീ പിങ്കി മോളെ, ഞാൻ അങ്ങോട്ട് വന്നാൽ നല്ല തല്ല് കൊള്ളും കേട്ടോ. മിണ്ടാതിരിക്കണുണ്ടോ അവിടെ? അയ്യോ പാവം പിങ്കി മോള്. ചേച്ചി മര്യാദയ്ക്ക് കളിയാക്കി ചിരിക്കാൻ നിർത്തിക്കോ, ഇല്ലെങ്കിലുണ്ടല്ലോ. കൊള്ളാലോ, എങ്കിൽ ഞാൻ ഇനിയും ചിരിക്കും. നീ എന്ത് ചെയ്യും? ചേച്ചി വേണ്ട, നിർത്തിക്കോ, നല്ലതിനല്ല പറഞ്ഞേക്കാം. തന്നെ. എടി ചേച്ചി. മക്കളെ എന്താ അവിടെ ഒരു സൗണ്ട്? അയ്യോ എന്റെ പല്ല് പോയേ. പോയേ എന്റെ പല്ല് പോയേ. മമ്മി. അയ്യോ ചേച്ചി കരയില്ല ചേച്ചി, മമ്മി ഇപ്പൊ വരും. അയ്യോ ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റില്ല ചേച്ചി, കരയില്ല ചേച്ചി. അതിന് മാത്രം ചേച്ചിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചേച്ചി ഇങ്ങനെ കരയല്ലേ, അമ്മ ഇപ്പൊ ഇങ്ങനെ വരും. അമ്മ വന്ന് എനിക്ക് നല്ല തല്ല് കൊള്ളും. ചേച്ചി കരയല്ലേ പ്ലീസ് ചേച്ചി, നല്ല ചേച്ചിയല്ലേ. ചേച്ചി കയ്യൊന്ന് എടുത്തേ, ഞാനൊന്ന് നോക്കട്ടെ എന്തൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന്. മാറടി. അയ്യോ എന്റെ തല പൊട്ടിച്ചു ചേച്ചി. അയ്യോ പിങ്കി മോളെ, നീ ഇങ്ങനെ വീണേ? മനഃപൂർവ്വം തലയിടാൻ ചെയ്തിട്ട് എങ്ങനെയാ വീണേന്നോ? അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാട്ടോ. എന്തുവാ പിള്ളേരെ ഇവിടെ ഒരു ബഹളം? അച്ചച്ചോ പിങ്കി മോളെ ഇങ്ങനെ കരയണത്? മമ്മി നീ ചേച്ചി എന്നെ തലയിട്ടിട്ട് എന്റെ തല പൊട്ടിച്ചു. മമ്മി തല പൊട്ടിച്ചെന്നോ? എങ്ങനെ? അത് പിന്നെ മമ്മി ചുട്ട ആദ്യത്തെ ദോശയെന്ന് അത് ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു. അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞതിന് ചേച്ചി എന്നെ തള്ളിയിട്ടിട്ട് എന്റെ തല പൊട്ടിച്ചു. മമ്മി മമ്മി എന്തിനിപ്പോ എന്നെ തല്ലിയത്? പിന്നെ തല്ലാണ്ട് മടിയിലിട്ട് ലാളിക്കണോ? ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് കുറ്റങ്ങൾ കൂടുന്നുണ്ട് ലച്ചു. നീ എന്തിനാണ് അവളെ തല തല്ലി പൊട്ടിച്ചത്? മമ്മി കാര്യം അറിയരുത് തല്ലരുത് കേട്ടോ. ആദ്യം അവൾ ആ പ്ലേറ്റ് എറിഞ്ഞിട്ട് എന്റെ പല്ല് പൊട്ടിച്ചേ. അതിന് അവൾ എന്നെ സമാധാനിപ്പിക്കാൻ വന്നപ്പോ ഞാൻ അവളുടെ കൈ മെല്ലെ തട്ടി വിട്ടതേ ഉള്ളൂ. അവൾ തന്നാലേ പോയി വീണതാ, അല്ലാതെ ഞാനെങ്ങനെ തള്ളിയിട്ടതല്ല. എന്നിട്ട് മമ്മി എന്നെ തല്ലുകയാണോ? പപ്പ വിളിക്കുമ്പോ ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ, രണ്ടാളും ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. എന്തോന്ന് പല്ല് പൊട്ടിക്കുക? നോക്കട്ടെ. അച്ചച്ചോ പിങ്കി മോളെ, എന്താ പിങ്കി മോളെ ഇത്? മമ്മി ചേച്ചിയുടെ പല്ലൊന്നും പൊട്ടിയിട്ടില്ല മമ്മി, അവള് വെറുതെ പറയാ. ഞാൻ വെറുതെ പ്ലേറ്റ് എടുത്ത് എറിഞ്ഞുള്ളൂ, അല്ലാതെ അവളുടെ പല്ലൊന്നും പൊട്ടിയിട്ടില്ല. അതവളുടെ ആദ്യം പൊട്ടിയ പല്ല. പ്ലേറ്റ് എടുത്ത് എറിഞ്ഞതും പോരാ, ആദ്യം പൊട്ടിയ പല്ല അവസാനം പൊട്ടിയ പല്ല വന്ന് ന്യായീകരിക്കുന്നവള്. ആ പ്ലേറ്റ് ഞാൻ അവളുടെ കണ്ണിലിട്ട് കൊണ്ടിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നടി? അവളുടെ കണ്ണിന്റെ കാഴ്ച പോയാൽ നീ കണ്ണിന്റെ കാഴ്ച കൊടുക്കോ? മമ്മി അതിന് കണ്ണിലൊന്നും തട്ടിയില്ലല്ലോ മമ്മി. ഓ അപ്പൊ കണ്ണി തട്ടാനിട്ടാണോ നിനക്ക് പ്രശ്നം?
അങ്ങനെയൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. അതെ അതെ, നിനക്ക് വെറുതെ തോന്നിയതാണ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അതെന്തേലും ആവട്ടെ, നിങ്ങൾ വാ, നമുക്ക് അവിടെ നിന്നും കളിക്കാം. അയ്യോ പിങ്കിമോളെ, ദേ നോക്ക്, രണ്ട് കാല്. കാലോ? എവിടെ? ഡാഡി, അവിടെ നോക്ക്, ആ മരത്തിന്റെ പുറകിൽ. അവിടെ രണ്ട് കാല് കാണുന്നില്ല നീ? ശരിയാണല്ലോ, അതേത് കാലാണ്? ഞാനൊന്ന് നോക്കട്ടെ. എടി കുഞ്ഞാറ്റേ, ഇനി അത് വല്ല പ്രേതത്തിന്റെ കാലായിരിക്കുമോ? ഹേയ് എന്തായാലും പ്രേതമൊന്നും പട്ടപ്പകൽ വരില്ലല്ലോ. ഇതേതോ രണ്ട് ഷൂട്ട കാലുകളാണ്. എടി കുഞ്ഞാറ്റേ കുഞ്ഞാവേ, ഇത് പ്രേതം ഭൂതം ഒന്നുമല്ല, ഇതേ ലച്ചു ചേച്ചിയാണ്. നിങ്ങൾ എന്താ ഇവിടെ? അത് ശരി, ഞങ്ങൾ എന്താ ഇവിടെ നിന്നോ? ചേച്ചി എന്താ ഇവിടെ? ചേച്ചി എന്തോന്നാ മരത്തിന്റെ പുറകിൽ നിന്നും ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ വന്നതാ. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ലേ ആ ചേട്ടൻ എന്തിനാ ബൈക്കുമേൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതെന്ന്? ചേച്ചി ഇവിടെ ആ ചേട്ടന്റെ വായി നോക്കി നിൽക്കുകയായിരുന്നു അല്ലേ? ഞാൻ ഇതെന്തായാലും മമ്മിയോട് പറഞ്ഞു കൊടുക്കും. വായി നോക്കി നിൽക്കുകയാണെന്നോ? നീ എന്തൊക്കെയാ പറയണത്? ഞാൻ വെറുതെ അകത്ത് നിന്നും ബോറടിച്ചപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ചേച്ചിക്ക് എന്താ പതിവില്ലാത്തൊരു മുറ്റത്തിറക്കം? എടി കാന്താരി, അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? നീ എന്നാ വഴിയിൽ നിന്ന് മാറ്. അത്രയ്ക്കായോ? വേഗം സത്യം പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ മമ്മിയോട് എന്തായാലും പറഞ്ഞു കൊടുക്കും. നീ എന്ത് പറയുമെന്ന്? ചേച്ചി മുറ്റത്തിറങ്ങി മതിലും ചാരി ഇരുന്ന് റോഡുമക്കൂട്ട പോകുന്ന ചെക്കന്മാരുടെ വായി നോക്കി നിൽക്കുകയാണെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. എന്റെ പൊന്നു മോളെ, ചതിക്കല്ലേ. ഞാൻ വായി നോക്കി നിന്നതൊന്നുമല്ല, ഞാനേ എന്റെ സ്കൂട്ടി ഒന്ന് കഴുകിയിടാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയതാണ്. തള്ളു, ഇതൊക്കെ ചേച്ചിയുടെ തള്ളാണെന്ന് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായി. തള്ളൊന്നുമല്ല പിള്ളേരെ, സത്യമായിട്ട് ഞാൻ എന്റെ സ്കൂട്ടി കഴുകിയിടാൻ നോക്കുകയായിരുന്നു. അതിനിത് ചേച്ചിയുടെ സ്കൂട്ടിയാണോ? ഇത് അച്ഛന്റെ സ്കൂട്ടിയല്ലേ? അത് മാത്രമല്ല, സ്കൂട്ടിമേൽ ഇപ്പം ഒരഴുക്കുമില്ല. ഇതിലും എത്രയോ അഴുക്ക് പിടിച്ചിട്ട് ഈ സ്കൂട്ടി ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ചേച്ചിക്ക് കഴുകിയിടാൻ തോന്നിയില്ലല്ലോ, ഇപ്പം മാത്രമല്ല ചേച്ചിക്ക് ഇത് കഴുകിയിടാൻ തോന്നുന്നത്. കൊച്ചമ്പ്രാട്ടിക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? വഴിന്ന് മാറടി കാന്താരി. ഇല്ല, മാറില്ല. അങ്ങനെ ചേച്ചി ഞങ്ങളെ ഒഴിവാക്കാൻ നോക്കണ്ട. സത്യം പറ ചേച്ചി, ആരാ ബൈക്കുമ്പോ പോയത്? അതെങ്ങനെ എനിക്കറിയാം? അങ്ങനെ ആരൊക്കെയോ പോകുന്നു, അതൊക്കെ നോക്കി നിൽക്കലാണ് എന്റെ പണി. അങ്ങനെ ആരൊക്കെയോ പോകുന്നുണ്ട്, അതൊന്നും നോക്കി നിൽക്കലല്ല ചേച്ചിയുടെ പണി. ശരി തന്നെ, പക്ഷേ ആ റെഡ് ബൈക്കുമ്പോ പോകുന്ന ചേട്ടനെ മാത്രം ചേച്ചി എന്താ നോക്കി നിന്നത്? ആ ചേട്ടൻ കുറെ സമയമായല്ലോ ഇങ്ങോട്ട് നോക്കി ഹോണും അടിച്ചു പോകുന്നത്. പെണ്ണെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ കണക്കെടുക്കലാണല്ലോ എനിക്ക് പണി. നിനക്ക് വേറെ പണിയൊന്നുമില്ല? കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ നിങ്ങൾ CBI ഒന്നും ചേർന്നിട്ടില്ലല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ 3 പേരും എന്തിനാ ഇപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങിയത്? പിന്നെ റോഡിൽ കൂടെ പോകുന്ന ആളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? സത്യം പറ, വായി നോക്കാൻ നിങ്ങളല്ലേ മുറ്റത്തേക്ക് ഇറങ്ങിയത്? ഞങ്ങളോ? ചേച്ചി എന്തൊക്കെയാ പറയണത്? നിന്നൊരുളുകയൊന്നും വേണ്ട, എനിക്കൊക്കെ മനസ്സിലായി. സത്യം പറഞ്ഞാൽ നിങ്ങളാണ് മമ്മിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ചേച്ചി എന്തൊക്കെയായി പറയണത്? ഞങ്ങൾക്ക് വായി നോട്ടം എന്താണെന്ന് പോലും അറിയില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ വായി നോക്കുന്നത്? ഒന്നും അറിയാത്ത പാവങ്ങള്. മര്യാദക്ക് വഴിയിൽ നിന്ന് മാറാനാ പറഞ്ഞത്. ഞാനേ ഈ സൈക്കിൾ കഴുകിടാൻ നോക്കുകയാണ്. ഈ സൈക്കിൾ വൃത്തിയിൽ കഴുകിയിട്ട് വേണം എനിക്ക് വൈകുന്നേരം ഒരു ഷോപ്പിങ്ങിന് പോകാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് നിങ്ങളുടെ കള്ളക്കളി മനസ്സിലായി. ലച്ചു ചേച്ചി, ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത്? ഞങ്ങൾ കള്ളക്കളിയോ? എന്ത് കള്ളക്കളി? നിങ്ങൾ 3 പേരും കൂടെ ഗേറ്റിന്റെ അടുത്ത് വന്ന് നിന്നത് റോഡുമ്മ കൂടെ പോകുന്ന ആളുകളെ നോക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അയ്യോ ചേച്ചി, ചതിക്കല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. ഞങ്ങളൊന്നും മനസ്സിൽ വരെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതെ ചേച്ചി, പ്ലീസ് ചേച്ചി, അങ്ങനെയൊന്നും മേന്റിയോട് പറഞ്ഞു കൊടുക്കല്ലേ. നോക്കട്ടെ. പറഞ്ഞു കൊടുക്കാണ്ട് നിൽക്കണമെങ്കിലേ നിങ്ങൾ 3 പേരും കൂടെ ഈ വണ്ടി വൃത്തിക്ക് കഴുകിയിട്. ശരി ചേച്ചി. അങ്ങനെ ഗുഡ് ഗേൾ ആവ്. തൽക്കാലം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ പണി പാളിയേനെ. അത് മാത്രമല്ല, ഇപ്പൊ മണ്ടികൾക്ക് സ്കൂട്ടി കഴിയണ പണിയും കിട്ടി. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. ഇതെങ്ങ മമ്മി അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. എടി, ശരിക്കും നമുക്ക് 8ന്റെ പണി കിട്ടിയല്ലോ. ഒന്നും വേണ്ടായിരുന്നു, നമ്മൾ വെറുതെ ചേച്ചിയെ തെറ്റിദ്ധരിച്ചു. അത് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എത്ര സമയമായെന്നോ ഞാൻ ഈ വീട് മുഴുവൻ തിരിയാൻ തുടങ്ങിയിട്ട്. എവിടെയാണ് അവ മമ്മി അത് ഒളിപ്പിച്ചു വെച്ചത്? മമ്മിയോട് തന്നെ ചോദിച്ചാലോ? അതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ വെറുതെ ഇവിടെയൊന്നും പരതിയിട്ട് ഒരു കാര്യവുമില്ല. അടുക്കളയിൽ ഒന്നും കൂടെ തിരിഞ്ഞു നോക്കിയാലോ?
അവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. ഒന്നുകൂടെ ചെന്ന് നോക്കാം. ശ്ശോ, എന്റെ ദൈവമേ, എന്റെ ഈ കാലുവേദനക്ക് ഒരു കുറവുമില്ലല്ലോ. എത്ര കാണിക്കൽ കാണിച്ചു, എന്നിട്ടും ഒരു മാറ്റവുമില്ല. എന്നാ കാലിന് ഇത്തിരി കുഴമ്പ് തടയിത്തരാൻ ആരോടെങ്കിലും പറഞ്ഞാലോ? അതിന് മാർക്ക് സമയമുണ്ടാവില്ല. ഈ വീട്ടിലത്തെ മുഴുവൻ ജോലിയും ചെയ്യണം. ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം പറ്റിയാൽ അത് ഞാൻ തന്നെ സഹിക്കണം. ഇതൊക്കെ എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? അപ്പുറത്തെ വീട്ടിലത്തെ സുമയുടെ ഭർത്താവ് അവളെ തലയിലും താഴത്തും വെച്ചിട്ടായിരുന്നു നടക്കുന്നത്. ഇവിടെയും ഉണ്ടൊരാൾ. തലയിലും താഴത്തൊന്നും എടുത്ത് വെച്ചില്ലെങ്കിലും ഈ കാലിന് ഇത്തിരി കുഴമ്പ് തടയി തന്നാ മതിയായിരുന്നു. ഒക്കെ എന്റെ വിധി. അയ്യോ, മമ്മി മമ്മി ഇവിടെ ഉണ്ടായിരുന്നോ? മമ്മി കാണാതെ അടുക്കളയിലേക്ക് പോകാം. ഇനി ഈ ഷെൽഫിന്റെ ഉള്ളിൽ എങ്ങാനും ഉണ്ടാവുമോ? എന്തായാലും ഇവിടുത്തെ ഷെൽഫും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഉണ്ട് മമ്മി. നീയേ ഒരു കാര്യം ചെയ്. ദേ, ആ ഷെൽഫിലത്തെ കുപ്പിയിൽ കുറച്ച് കുഴമ്പുണ്ട്. അതെടുത്ത് എന്റെ കാലുമേൽ ഇത്തിരി തടവി തന്നെ. കാലിന് നല്ല വേദനയുണ്ട്. ഞാൻ കുറച്ച് ബിസിയാ മമ്മി, എനിക്ക് ഇത്തിരി പണിയുണ്ട്. പണിയോ? എന്ത് പണി? അത് പിന്നെ ഞാനേ എന്റെ ഒരു പുസ്തകം പരതുകയാണ്. പുസ്തകമോ? എന്ത് പുസ്തകം? അല്ലെങ്കിൽ നിന്റെ പുസ്തകമൊക്കെ ഈ പുറകിലത്തെ ഷെൽഫിലല്ലേ ഉള്ളത്? അവിടെയൊന്നും ഇല്ലല്ലോ. നീ കുറെ സമയമായല്ലോ എന്തോ തിരയുന്നു. എന്താണത്? എന്തോ ഒരു കള്ളക്കളിയുണ്ട്. എന്താണെങ്കിലും വേഗം പറഞ്ഞോ. കള്ളക്കളിയോ? എന്ത് കള്ളക്കളി? ഹേയ്, ഒന്നുമില്ല മമ്മി. മമ്മിക്ക് വെറുതെ ഓരോന്ന് തോന്നുക. അങ്ങനെയൊന്നുമില്ല. ഞാൻ ശരിക്കും എന്റെ പുസ്തകം പരതുക തന്നെയാണ്. അതിവിടെ എവിടെയോ വെച്ച് മറന്നിട്ടുണ്ട്. അതെനിക്ക് നാളെ ആവശ്യമുണ്ട്. സ്കൂളിലത്തെ ലൈബ്രറിയിലത്തെ പുസ്തകമാ. ഞാൻ ഒന്നും കൂടെ തിരയട്ടെ. അതെവിടെയോ ഉണ്ട്. എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ. എന്താണത്? മനസ്സിലാവുന്നില്ലല്ലോ. ഒരു വിധത്തിൽ മമ്മിയുടെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി ആ മുകളിലത്തെ ഷെൽഫും കൂടെ നോക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും പരതി. അവിടെയൊന്നും സാധനമില്ല. ഇനി ആ ഷെൽഫും കൂടെ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ അതിലുണ്ടാകും ഞാൻ അന്വേഷിക്കുന്ന എന്റെ ലഡു. ലഡു എന്ന് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു. ഞാൻ എടുത്ത് കഴിക്കുന്നത് കൊണ്ടാ മമ്മി അത് ഒളിപ്പിച്ചു വെച്ചത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം ചിറ്റയും ചിറ്റപ്പനും കൂടെ വന്ന് പോയപ്പോ തൊട്ട് ഞാൻ പരതുന്നതാ അവര് കൊണ്ടുവന്ന ലഡു കാണാൻ. മമ്മി അത് എവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അത് ഈ ഷെൽഫിലാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഹമ്പടെ കേമി, അത് ഇവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതല്ലേ? കണ്ടുപിടിച്ചേ ലഡു, ഞാൻ കണ്ടുപിടിച്ചേ. ഏടാ ലഡുക്കുട്ടാ, നിന്നെ എന്റെ കൈ കിട്ടിട്ടോ. ഞാൻ എത്ര സമയമായിരുന്നോ നിനക്ക് വേണ്ടി ഇവിടെ ഒക്കെ തിരയുന്നു. നീ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണല്ലേ? നീ ഇങ്ങോട്ട് വാടാ കള്ളക്കുട്ടാ. ഹായ്, നല്ല മണം. ഹമ്പടി കേമി, അപ്പ ഇതാണല്ലേ പരിപാടി? അയ്യോ മമ്മി, എന്തുവാടി നീ ഇവിടെ ചെയ്യണത്? എന്തുവാണ്? ഇതാണോടി നിന്റെ ലൈബ്രറി? താഴോട്ട് ഇറങ്ങി വാടി, താഴോട്ട് ഇറങ്ങാൻ. ഇല്ല, ഞാൻ ഇറങ്ങില്ല. നിന്നോടാ മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ചട്ടകെട്ടത് നല്ല ചന്തിക്ക് പെട വെച്ച് തരും. എവിടെയാണ് നിന്റെ പുസ്തകമുള്ളത്? അത് പിന്നെ ഞാൻ എന്റെ പുസ്തകം ഈ ഷെൽഫിൽ പരതിയതാണ്. പക്ഷെ അവിടെ എങ്ങുമില്ല. പകരം എനിക്ക് കിട്ടിയത് ഈ ലഡുവാണ്. അല്ലാതെ ഞാൻ ലഡു പരതിയതേ അല്ല മമ്മി. അല്ലെങ്കിൽ എനിക്ക് ഈ ലഡു എന്ന് പറയുന്ന സാധനം തന്നെ ഇഷ്ടമല്ല. നുണ പറയുന്നു. നിന്നോടാ മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങടി, ഇറങ്ങാൻ. താഴേക്ക് ഇറങ്ങിയ മമ്മി എന്നെ തല്ലരുത്. തല്ലണോ തല്ലണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനാ പറഞ്ഞത്. ദാ മമ്മി ലഡു. മമ്മി കഴിച്ച ലഡു. എനിക്ക് ഇഷ്ടമല്ല ലഡു. മമ്മിക്ക് കഴിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് ഞാനിത്. നുണ പറയുന്നോ? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അയ്യോ മമ്മി, പിച്ചല്ലേ, എനിക്ക് വേദനയാവുന്നു. അയ്യോ, എന്നെ വീട് വീട്. ഇനി മേലാൽ നീ നുണ പറയുമോ? അയ്യോ മമ്മി, പിച്ചല്ലേ. അയ്യോ, വേദനയാവുന്നു. എന്നെ വീട്. ഞാൻ ആകെ ഒരു ലഡു അല്ലേ എടുത്തുള്ളൂ. അതിനല്ലേ മമ്മി എന്നെ ഇങ്ങനെ പിച്ചുന്നത്. ഒരു സാധനം വെച്ചാ വച്ചെടുത്തുണ്ടാവില്ല. നിന്റെ ഇടാടിൽ ഒരു ബേക്കറി ഇവിടെ വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതല്ലേ ചിറ്റ. അതുകൊണ്ടല്ലേ ഞാൻ എടുത്ത് കഴിച്ചത്. നിനക്ക് കഴിക്കാൻ വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചാ പോരെ. നീ എന്തിനാ മോഷ്ടിക്കാൻ നിന്നത്? അത് ഞാൻ ഇതെവിടെയും കാണാഞ്ഞിട്ട് വെറുതെ ആ ഷെൽഫിൽ നോക്കിയതാ. അപ്പതേ ആ ഡബ്ബയിലുണ്ട്. അതിൽ നിന്നൊന്ന് എടുത്തതാണ്. മമ്മിക്ക് വേണമെങ്കിൽ കഴിച്ചോ. മമ്മിക്ക് കിട്ടാത്തത് കൊണ്ടല്ലേ മമ്മി എന്നെ
കണ്ണീര്. ഇനി മേലാൽ ഞാൻ വെച്ച എന്തെങ്കിലും സാധനം നീ എന്നോട് പറയാതെ എടുത്താൽ ചട്ടകം ചൂടാക്കി ഞാൻ നിന്റെ ചന്തിക്ക് വെച്ചു തരും. അത് മാത്രമല്ല, മേലാൽ ഇനി നുണ പറയാനും പാടില്ല. അവളുടെ ഒരു ലൈബ്രറി മണ്ണാൻ കോപ്പും നിന്റെ കണ്ണെത്തണ്ടാന്നും കൊണ്ടാ ഞാൻ ഏറ്റവും മുകളിലത്തെ ഷെൽഫിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചത്. അവിടെയും അവളുടെ രണ്ടുണ്ട കണ്ണം എത്തിയിരിക്കുന്നു. അയ്യോ മമ്മി, ഇങ്ങനെ വഴക്ക് പറയില്ലേ. എനിക്ക് ലഡു വേണ്ട. മമ്മി തന്നെ എടുത്ത ഈ ലഡു. ദാ, ഈ എടുത്ത ലഡു നീ കഴിച്ചോ. എന്നിട്ട് മര്യാദയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് പഠിക്ക്. ഇനി എന്നോട് ചോദിക്കാതെ എടുക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി മമ്മി. എങ്കിൽ നിന്ന് മോങ്ങാതെ പോയിരുന്ന് പഠിച്ചോ. രണ്ട് ചീത്ത കിട്ടിയാലെന്താ, ഒരു ലഡു കിട്ടിയല്ലോ, അത് മതി എനിക്ക്. എന്താ നാടി നിന്ന് പെരുപെറുക്കണത്? ഹേയ്, ഒന്നുമില്ല മമ്മി, ഞാൻ പഠിക്കുകയാണെന്ന് പറയായിരുന്നു. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇതെന്തൊരു ബേക്കറി തിന്നലാണ്. കാണുന്ന ബേക്കറി മുഴുവൻ കയറ്റും, എന്നിട്ടോ ഭക്ഷണം കഴിക്കത്തില്ല. മുഴുവൻ ഒറ്റയടിക്ക് എടുത്ത് തിന്നണ്ടെന്ന് കൊണ്ടാണ് ഞാനത് മുകളിലത്തെ ഷെൽഫിൽ എടുത്ത് വെച്ചത്. പക്ഷെ അവിടെ ഇന്നത്തിന്റെ കണത്തി കൂരുതം കെട്ടവള്. എന്റെ ദൈവമേ, ഇനി അടുക്കളയിൽ പുതിയൊരു ഷെൽഫും കൂടെ കൂട്ടേണ്ടി വരും. ഒക്കെ അതിൽ കയറ്റി ഒളിപ്പിച്ച് വെച്ചിട്ട് താക്കോലും കൊണ്ട് നടക്കുന്നതാണ് എനിക്ക് ഉത്തമം. സമയം ഇന്ന് ഒരുപാട് വൈകിയല്ലോ. ദൈവമേ, സമയം 12 മണിയായി. ഇനി എപ്പോഴാ ഞാൻ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കുന്നത്? അതെങ്ങനെയാ? സ്കൂള് പൂട്ടിയ മുതൽ പിള്ളേരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലാതല്ലേ ഉള്ളത്. ആ ലച്ചു ഹോസ്റ്റലിൽ നിന്ന് വന്നത് മുതൽ എന്റെ ഒരു പണിയും നടക്കണില്ല. ഇനിയിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കുക? ഇതുകൊണ്ട് ചിക്കൻ നിർത്തി പൊരിച്ചാലോ? വേണ്ട വേണ്ട, ഇനിയിപ്പോ എല്ലാരും കൂടെ എന്നെ നിർത്തി പൊരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കുഴിമന്തി ഉണ്ടാക്കിയാലോ? അതാവുമ്പോ പിള്ളേർക്കും ഇഷ്ടപ്പെടും. അയ്യോ, അല്ലെങ്കിൽ പിന്നെ അതും വേണ്ട. എന്നിട്ട് വേണം നന്നായിട്ടില്ലെങ്കിൽ പിള്ളേർക്ക് എന്നെ കുഴിയിലിട്ട് മൂടാൻ. ഇതുകൊണ്ടിപ്പോ ഞാൻ എന്തോന്ന് ഉണ്ടാക്കുക? സമയമാണെങ്കിൽ ഒരുപാട് വൈകുകയും ചെയ്തല്ലോ. വേഗം കയ്യിൽ എന്ത് റെസിപ്പിയാ ഉള്ളത്? ഒരു കാര്യം ചെയ്യാം. കുക്കറിലെ ഒരു തട്ടിക്കൂട്ടി കുക്കർ ബിരിയാണി വെക്കാം. അതാവുമ്പോഴേ വേഗം പണി കഴിയുകയും ചെയ്യും, 2 പേർക്കും ഇഷ്ടവുമാണ്. ബിരിയാണിന്ന് കേട്ടാ പിന്നെ രണ്ടിനും അത് മതി. എന്തായാലും അത് വെക്കാം. അതാവുമ്പോഴേ വേഗം എന്റെ ജോലിയും തീരും. ഹലോ, ഇവിടെ ആരും ഇല്ലേ? കമലേ, കമലേ, ഇവിടെ ആരും ഇല്ലേ? അതാരാ ഈ നേരത്ത്? വാ വാ, കേറി വാ, ആരായാലും. കമലേ, ഇത് ഞാനാടി. ആരിത്? സുമയോ? ഞാനങ്ങ് പേടിച്ചു പോയി ഈ സമയത്ത് ഇതാരാണെന്ന് വിചാരിച്ചിട്ട്. അതെന്താ നീ പുറകുവശത്തൂടെ വന്നത്? അതോ, ഞാൻ മുൻവശത്ത് കൂടെ തന്നെയാ വന്നത്. പക്ഷെ അവിടെ വാതിലടച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പുറകിലോട്ട് വന്നത്. ബുദ്ധിമുട്ടോ? എന്തോന്ന് ബുദ്ധിമുട്ട്? അല്ല കമലേ, നീ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ? ഇപ്പൊ എന്തിനാ നീ കോഴീനെ നോക്കിയിരിക്കണത്? കോഴീനെ നോക്കിയിരിക്കണതല്ല പെണ്ണെ, ഞാനേ ഉച്ചക്കൊക്കെ കറി വെക്കാൻ നോക്കിയായിരുന്നു. കറി വെക്കാനോ? അതും ഇപ്പോഴോ? നീ കറിയും വെച്ചിരുന്നാലേ അപ്പൊ നീ എപ്പോ റെഡി ആവാനാ? പിന്നെ ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് കറി വെക്കേണ്ടത്? ഉച്ചക്കുള്ള കറിയാണ് ഞാൻ വെക്കാൻ നോക്കുന്നത്. അതല്ല, നീ കുറെ നേരമല്ലോ റെഡി ആവണ കാര്യം പറയണു. ഇത് എവിടെ പോവാനാ? ദേ കമലേ, നീ കളിക്കല്ലാട്ടോ. അപ്പൊ നിന്നോട് ഇന്നലെ രാത്രി വരെ വിളിച്ചു പറഞ്ഞ് നിന്നോട് മറന്നുപോയോ? ഇന്നലെ രാത്രിയോ? ഇന്നലെ രാത്രി നീ എന്ത് പറഞ്ഞെന്നാ പറയണത്? അയ്യോ, സോറി സുമേ, എന്നോട് മറന്നു പോയതാടി. ഇന്നലെ നമ്മുടെ കുടുംബശ്രീയുടെ മീറ്റിംഗ്. ഭാഗ്യം, ഇപ്പോഴെങ്കിലും നിനക്ക് ഓർമ്മ വന്നല്ലോ. സുമേ, എന്നോട് മറന്നു പോയടി. എന്റെ പണി ഒന്നും കഴിഞ്ഞില്ല. ഈ പിള്ളേരെ വെക്കേഷനായിട്ട് ഇവിടെ ഇരിക്കണതുകൊണ്ട് എന്റെ ഒരു പണിയും നടക്കണില്ലടി. എല്ലാ വീട്ടിലും ഇതന്നെ അവസ്ഥ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഈ ചിക്കനൊക്കെ കറി വെക്കാൻ നിന്നാലേ എന്റെ ഉള്ള സമയം കൂടെ വൈകും. തൽക്കാലം ഉച്ചക്ക് എന്താ കുട്ടിയൊക്കെ കഴിക്കാൻ കൊടുക്കാം? മക്കൾക്ക് നൂഡിൽസ് എന്നാ ഉണ്ടാക്കി കൊടുക്കാം. ചിക്കൻ ഞാൻ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. അതാ നല്ലത്. നീ വലിയ സെക്രട്ടറി ഒക്കെ ആയിട്ടേ സമയത്ത് ചെന്നില്ലെങ്കിലേ അവിടുത്തെ പെണ്ണുങ്ങൾ വിളിച്ച് നിന്നെ കളിയാക്കും. ആടി സുമേ, ഇതിലും വലിയ നാണക്കേട് വേറെ ഇല്ല. സുമേ, നീ ഒരു കാര്യം ചെയ്യ്, നീ അകത്തോട്ട് പോയിരിക്കും. ഞാൻ മക്കൾക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം. ശരി, പെട്ടെന്നാവണം കേട്ടോ, ലേറ്റ് ആവല്ലേ. ഇല്ല പൊന്നോ, ഞാൻ വേഗം സ്പീഡ് ആക്കട്ടെ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ദേ ചേച്ചി, കള്ളക്കളി കളിച്ചാലുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് മര്യാദ കിട്ടിയല്ലോ കേട്ടോ. എടി പീക്കിരി, നിനക്ക് കളി അറിയാത്തതിന് ഞാൻ എന്തോന്ന് ചെയ്യാനാ? പിന്നെ കള്ളക്കളി. ആരാടി കള്ളക്കളി? നീ ഇന്നേ അവരെ കൂടെ കളിച്ചിട്ട് ജയിച്ചിട്ടുണ്ടോടി? എന്നിട്ട് കള്ളക്കളി പോലും. വേണമെങ്കിൽ പിടിച്ചോ, പിടിച്ചോ പിടിച്ചോ. പിടിച്ചേ. കണ്ട കണ്ട, ഇപ്പൊ കണ്ടാ നീ? ഞാൻ മര്യാദക്കല്ലേ ഇട്ടാന്നത്, അതുകൊണ്ടല്ലേ നിനക്ക് പിടിക്കാൻ പറ്റിയത്. അയ്യോ
ചേച്ചി മര്യാദയ്ക്ക് കളിച്ചോണ്ടല്ല, ഞാൻ കളിയിൽ മര്യാദയ്ക്ക് കളിക്കുന്നുണ്ടാ. മക്കളെ, ഹാ എന്താ അമ്മ? മക്കളെ, മമ്മിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് കുടുംബശ്രീക്ക് പോണം. മമ്മിയോടാണെങ്കിൽ ആ കാര്യം തന്നെ മറന്നുപോയി. ഇപ്പോഴാ ഓർമ്മ വന്നത്. അതന്നെ ഇപ്പൊ സുമാൻറ്റി ഇപ്പൊ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് മമ്മിക്ക് ഓർമ്മ വന്നത്. മമ്മിക്ക് പോവാതിരിക്കാനും പറ്റില്ല, മമ്മിയല്ലേ സെക്രട്ടറി. മമ്മി ഇല്ലാതെ അവിടെ ചർച്ചകളൊന്നും നടക്കില്ല. അതുകൊണ്ട് 1 മണിക്കൂർ മമ്മി വേഗം പോയിട്ട് വരാട്ടോ. ഹാ അത്രേ ഉള്ളൂ. അതിനെന്തിനാ മമ്മി ടെൻഷൻ അടിക്കണത്? മമ്മി പോയിക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അതല്ലാടാ മക്കളെ, മമ്മിക്ക് ഉച്ചയ്ക്ക് കറി വെക്കാനേ സമയം കിട്ടിയില്ലെന്നേ. ഇന്ന് കുറേ പരിപാടി ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ നഗൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ മെഞ്ഞാന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ഉണ്ടായിരുന്നില്ലേ, ഞാൻ അതുകൊണ്ട് കുക്കറിലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയ. പക്ഷേ സമയം കിട്ടണ്ടേ. മമ്മി ബിരിയാണിയാ? മക്കൾ കൊതിക്കണ്ട, മമ്മി ഉണ്ടാക്കിയിട്ടില്ല. മമ്മിക്ക് സമയം കിട്ടിയില്ലെന്നാ പറഞ്ഞേ. ഞാൻ പോയി വന്നിട്ട് ഉണ്ടാക്കി തരാട്ടോ. അത് നന്നായി. ഹാ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാക്കും മമ്മി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ വിശക്കും പതിയെടുത്ത് കഴിച്ചോട്ടാ. ഹായ്, നൂഡിൽസ് ഉണ്ടോ? അത് മതി മമ്മി, ഞങ്ങൾക്ക് അത് മതി. മമ്മി ധൈര്യമായിട്ട് പോയിട്ട് വന്നോ, ഞങ്ങൾ വിശക്കും പതിയെടുത്ത് കഴിച്ചോളാം. ഹാ പിന്നെ മക്കളെ, മോളെ പിങ്കി മോളെ ലച്ചു, മമ്മി ഒരു കാര്യം പ്രത്യേകം പറയുന്നു. അടുക്കളത്തെ സിങ്കിന്റെ മുകളിൽ മമ്മി ചിക്കൻ എടുത്ത് വെച്ചിട്ട് മക്കൾ രണ്ടാളും ഒരു കാരണവശാലും അതിൽ പോയി തുടരരുത്. മമ്മി മീറ്റിംഗും കഴിഞ്ഞ് വന്നിട്ട് മക്കൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാം. മക്കൾ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് TV കണ്ടോ കളിച്ചോ ഇവിടെ തന്നെ നിന്നോളണം. പിന്നെ ദൈവത്തെ ഓർത്ത് മമ്മിയുടെ 2 മക്കളും ഇടപിടി കൂടരുത്. ദേ ഇതിനകത്ത് നിങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് ഈ ഏരിയയിലുള്ള ആൾക്കാർ നിങ്ങൾ ഓടിച്ചു വിടരുത്. അതൊക്കെ പണ്ടല്ലേ അമ്മ, ഇപ്പൊ ഞങ്ങൾ ഡീസന്റ് ആയില്ലേ? ഡീസന്റ്, അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ദേ നോക്ക്, മമ്മിക്ക് പോവാൻ സമയമായി. പിന്നെ മമ്മി എടുത്ത് വീണ്ടും പറയുന്ന ചിക്കൻ പോയി തുടരുത്. ആ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് മക്കൾ ഇവിടെ ഇരുന്നോളണം. ആ മമ്മി പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. മമ്മി പറഞ്ഞതൊക്കെ അനുസരിച്ചോളാം. എടി പിങ്കി മോളെ, നീ എന്താ കഴിക്കാത്തേ? എനിക്കൊന്നും വേണ്ട ഈ ഉണക്ക നൂഡിൽസ്. ഉണക്ക നൂഡിൽസാ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിന്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ വെറുതെ തിന്നുമ്പോ എന്തോന്നൊരു രസം, ഒരു രുചിയില്ല ഇതിന്. എന്നാ തമ്പുരാട്ടിക്ക് ഇതിന്റെ കൂടെ 2 ചിക്കൻ ഫ്രൈ തരട്ടെ? അമ്മേ, ചിക്കൻ ഫ്രൈയാ? ആ അതെ, ചിക്കൻ ഫ്രൈ. നിന്റെ കയ്യില്ലേ, ആ കൈ തന്നെ നീ അങ്ങ് സ്വയം കടിച്ചോ, ആ ചിക്കൻ ഫ്രൈ ആണെന്ന് വിചാരിച്ചിട്ട്. അവർക്ക് ചിക്കൻ ഫ്രൈ വേണം പോലും. ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, എന്നെന്തിനാ ഇങ്ങനെ കളിയാക്കണത്? ആടി, ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാം. ലെഗ് പീസ് തന്നെ അതും തരാം. എന്താ മതിയോ? പെണ്ണിന് നൂഡിൽസ് തിന്നാൻ പറ്റില്ല പോലും. നോക്കിക്കോ ചേച്ചി, ഞാൻ തന്നെ ഉണ്ടാക്കി തിന്നു. ആണടാ മക്കളെ തന്നെ ഉണ്ടാക്കുക. എന്നാ വേഗം ചെല്ലി തന്നെ ഉണ്ടാക്കി പോയി തിന്നോട്ടാ. എന്തൊരു ചൂടാ, നല്ല ചൂടുണ്ട്. ചിക്കൻ ഫ്രൈയാ? എന്ത് രുചി, നല്ല രുചിയുണ്ട്. തിന്നിട്ട് കൊതി മാറുന്നില്ല. പിങ്കി മോളെ, നിനക്ക് എവിടുന്നാ ചിക്കൻ ഫ്രൈ കിട്ടിയത്? എവിടുന്ന് കിട്ടിയെന്നോ? ഇത് ഞാൻ ഉണ്ടാക്കി, അല്ലാണ്ട് പിന്നെ എവിടുന്ന് കിട്ടാനാ? ഉണ്ടാക്കിയെന്നോ? അതിന് നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? വല്ലപ്പോഴേ ഒന്ന് അടുക്കളയിലൊക്കെ കയറണം, എങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുള്ളൂ. പിങ്കി മോളെ ഒന്ന് പറ മോളെ, ചേച്ചിയുടെ മോളല്ലേ, ഇത് എങ്ങനെ ഉണ്ടാക്കി ഒന്ന് പറ മോളെ. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. ആണോ? എന്നാ ചേച്ചിക്കും താടി ഒരു പീസ്. ചേച്ചിക്ക് ഒരു കടിയെങ്കിലും താടി. ഒരു കടിയാ? ഇപ്പൊ തരാട്ടാ, ഇപ്പൊ തരാം, ഒരു മിനിറ്റ്. പിങ്കി മോളെ ഒന്ന് പോ ചേച്ചി. ഇപ്പൊ ചേച്ചിക്ക് ഒരു കടി വേണമെങ്കിൽ ഇങ്ങ് വാ, ഞാനൊരു കടി വെച്ച് തരാം. അല്ല പിന്നെ ചിക്കൻ ഫ്രൈ വേണം പോലും, ചിക്കൻ ഫ്രൈ. ഒന്ന് പോടി ചേച്ചി അവിടുന്ന്. അല്ല പിന്നെ. ഓഹോ, നീ അത്ര കലടി. നോക്കിക്കൊടി, ഞാൻ ഉണ്ടാക്കും ചിക്കൻ ഫ്രൈ. എനിക്ക് അതിൽ നിന്നൊരു പീസ് പോലും നിനക്ക് ഞാൻ തരില്ല. അവൾക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. ഞാൻ ആ പെണ്ണിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിപ്പോ എങ്ങനെ ഉണ്ടാക്കാം? ഒരു ഐഡിയ. മമ്മി ചെയ്തതുപോലെ ഉപ്പും കുരുമുളകും മുളകൊക്കെ തേച്ച് ഈ ചിക്കൻ എടുത്ത് ഈ ഓവനിൽ കാറ്റാം. അപ്പൊ നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ റെഡി. അങ്ങനെയെല്ലാം സെറ്റ്. അല്ല, ഇതിപ്പോ എങ്ങനെ ഇതിന്റെ ടൈം സെറ്റ് ചെയ്യുക? നല്ലോണം ക്രിസ്പി ആയിക്കോട്ടെ, അതുകൊണ്ട് ഏറ്റവും കൂടി ടൈം സെറ്റ് ചെയ്യാം. എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. അയ്യോ അമ്മേ, ഇതെന്താ അതിൽ നിന്ന് പുക വരുന്നത്? അയ്യോ, ഇതെന്ത് പറ്റി ഇതിന്? മമ്മി ഓടി വാ മമ്മി. അയ്യോ മമ്മി ഓടി വാ. എന്നടാ മക്കളെ, എന്തിനാ നീ ഇങ്ങനെ കരയണത്? അയ്യോ,
ചിക്കൻ ഫ്രൈ. സോറി മമ്മി. നീ പിങ്കി മോളെ നീ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയോ? ഹേയ്, ഞാൻ ഉണ്ടാക്കിയില്ല മമ്മി. എനിക്ക് എവിടുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാവുന്നത്? ഞാൻ കഴിച്ചത് ഇന്നലത്തെ ബാക്കിയുള്ള ഫ്രിഡ്ജിലത്തെ ചിക്കൻ ഫ്രൈ ചൂടാക്കിയിട്ട് കഴിച്ചതാ. കേട്ടോടി കേട്ടോ, ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ ആ ഉണ്ടായ ചിക്കൻ എടുത്ത് കഴിച്ചപ്പോ? ഇനിയിപ്പോ രാത്രി കരിവാരി തിന്നോ? അതാ നല്ലത്. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്നുണ്ടായിക്കോളും. കൂയ് മീനേ മീനേ മീനെ മീനെ മീനേ ചേച്ചിമാരെ മീനേ ആവോലി അയക്കൂറ നത്തോലി കൂയ് മീനേ. ഇതെന്താ ഇവിടെ ഒന്നും ആർക്കും മീനൊന്നും വേണ്ടേ? കൂയ് മീനേ ചേച്ചിമാരെ മീനേ മീനേ. ദേ മമ്മി, മീൻകാരൻ ചേട്ടൻ മീനും കൊണ്ട് പോകണോ? ആവോലി അയക്കൂറ നത്തോലി മീനേ. ദാ രാമു, ഒന്നവിടെ നിക്കടാ. നീ ഞങ്ങൾക്ക് മീൻ തരാതെ പോവുകയാണോ? ആ ചേച്ചിയോ? ചേച്ചിക്ക് മീൻ വേണ്ടേ? ആ വേണം വേണം, അതല്ലേ നിന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞതേ. എങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. കൊള്ളാലോടാ നിന്റെ മതിൽ ചാട്ടം. നീ ഇങ്ങനെ മതിൽ ചാടിയാലേ ഞങ്ങളുടെ മതിൽ പൊട്ടിപ്പോകും. എന്റെ ചേച്ചി, ഈ മീൻകോട്ടയം വെച്ചിട്ട് അപ്പുറത്തോട്ട് നടക്കണമെങ്കിൽ ഒരുപാട് നടക്കാനില്ലേ? അതാണ് ഞാൻ ഇങ്ങനെ തുള്ളുന്നത്. ആ ശരി ശരി, പക്ഷേ ഇത് നീ സ്ഥിരമാക്കണ്ട. ഇല്ല ചേച്ചി, ചേച്ചിക്ക് മീൻ വേണ്ടേ? ഇന്നെന്താടാ നിന്റെ അടുത്ത് ആരും മീൻ വാങ്ങിയില്ലേ? കൊട്ടയിൽ മീൻ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ആരെയും കാണുന്നില്ല ചേച്ചി. സുമ മീൻ വേണമെന്ന് പറഞ്ഞായിരുന്നു, സൈനയും പറഞ്ഞായിരുന്നു. ഞാൻ അവരെ വിളിക്കട്ടെ. മോളെ പിങ്കി മോളെ, നീ വേഗം ചെന്നിട്ട് അവരെ വിളിച്ചിട്ട് വാ. ശരി മമ്മി. സുമാൻഡി, മീൻ വേണ്ടേ? നീ പെണ്ണെ, എന്നോട് ഇവിടെ നിന്ന് കൂക്കാനല്ല പറഞ്ഞത്, അവിടെ പോയി വിളിച്ചിട്ട് വാ. സുമാൻഡി, സൈനത്താ, മീൻ വേണ്ടേ? എന്തൊക്കെ മീനാ ഉള്ളത്? ചേച്ചിക്ക് എന്തോന്നാ വേണ്ടത്? എല്ലാതരം മീനുമുണ്ട്. ചേട്ടാ, എന്തോന്നാ മീന്? നിനക്ക് എന്ത് മീനാ വേണ്ട മോളെ? എല്ലാതരം മീനുമുണ്ട്. ചെമ്മീന്, അയക്കൂറ, ആവോലി എല്ലാം പെടക്കണ മീന്. എന്നിട്ട് ചേട്ടാ ഇത് പെരക്കണൊന്നും കാണുന്നില്ലല്ലോ, ഒക്കെ ചട്ടി അടിക്കാണല്ലോ. ഹോ, ഈ പെണ്ണ് കച്ചവടം നടക്കാനും സമ്മതിക്കൂലേ? അത് പിന്നെ മോളെ, ഇത് അവിടെ നിന്ന് എടുക്കണ സമയത്ത് പെടക്കണമെന്നുണ്ടായിരുന്നു. കൊട്ടയിലിട്ടപ്പോ അതിന്റെ പെട കുറച്ച് കുറഞ്ഞതാ. ആ വിശ്വസിച്ചു. ഏത് മീനാ വേണ്ടേ ചേച്ചി? ആ രാമു, എനിക്ക് കുറച്ച് ചെമ്മീൻ എടുത്തോ, കൂടെ കുറച്ച് മത്തി എടുത്തോ. പിങ്കി മോളെ, നീ വീട്ടിൽ പോയിട്ട് ആ കൊട്ട എടുത്തിട്ട് വാ, നമുക്ക് അതിൽ മീൻ വാങ്ങാം. ഓക്കേ മമ്മി. എന്തിനാ കമലെ നീ ഇത്രയും കഷ്ടപ്പെടണത്? കഷ്ടപ്പെടുന്നോ? എന്ത് കഷ്ടപ്പാട്? അല്ല, ഈ ചേട്ടന്റെ കയ്യിലുണ്ടാവില്ലേ മീൻ തരാനുള്ള കവറ്? കവറൊക്കെ ഉണ്ടാകും, പക്ഷെ എന്തിനാ നമ്മൾ വെറുതെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്? അതോ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത ഒരുപാട് വേസ്റ്റായ പാത്രങ്ങളുണ്ടല്ലോ, എന്തിനാ വെറുതെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ മണ്ണിനെ വെറുതെ നശിപ്പിച്ച് കളയണത്? അതല്ല കമലെ, ഇതാവുമ്പോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. മീൻകാരന്റെ അടുത്തേക്ക് വരിക, മീൻ വാങ്ങി പോവാ, അത്രയല്ലേ ഉള്ളൂ. എന്റെ പൊന്നു സൈയെ, ഇതിനും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പാത്രം എടുക്കുക, മീൻകാരന്റെ അടുത്ത് കൊടുക്കുക, മീൻ വാങ്ങാം, വീട്ടിലേക്ക് പോവാ. ഇതിനെന്ത് ബുദ്ധിമുട്ടാണ്? പിന്നെ പ്ലാസ്റ്റിക് കവർ എവിടെയാ കൊണ്ടുപോയിണ്ടെന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ. ആ, അത് നീ പറഞ്ഞത് ശരിയാ. ഈ പ്ലാസ്റ്റിക് കവർ എവിടെയാ കൊണ്ടുപോയിണ്ടെന്ന് ഓർത്തിട്ട് ഒരു ടെൻഷനാ. ഈ നാളെ മീൻ മേടിക്കാൻ വരുമ്പോ ഞാനും ഒരു പാത്രം കൊണ്ടുവരും. അതെ അതെ, ഞാനും കൊണ്ടുവരും ഈ മുതൽ പാത്രം. നമ്മുടെ പ്രവർത്തികൾ കണ്ടിട്ടല്ലേ നമ്മുടെ മക്കളും പഠിക്കണത്. അതുകൊണ്ട് പിങ്കിമോളോട് തന്നെ ഞാൻ ആ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞത്. നമ്മളെ കണ്ടിട്ടല്ലേ അവരും പഠിക്കേണ്ടത്. അവരിലെ വരും തലമുറകൾ അവരിതൊക്കെ ഇപ്പോഴേ ശീലിക്കണം. എന്തിനാ വെറുതെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഭൂമി ഇല്ലാതാക്കുന്നത്? നീ പറഞ്ഞ ശരിയാ കമലേ. ഇങ്ങ് കൊണ്ടാ മോളെ പാത്രം. ഇന്ന ചേച്ചി മീന്. ഈ ചേച്ചി ചിന്തിക്കുന്നത് പോലെ എല്ലാ ചേച്ചിമാർ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് എത്ര പ്ലാസ്റ്റിക് കവറുകൾ ഉപേക്ഷിക്കാമായിരുന്നു. എടാ രാമു, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ മീനും കൂടെ നീ ആ കൊട്ടയിലിട്ടോ. അതെ അതെ, എന്നാ പിന്നെ വെറുതെ പ്ലാസ്റ്റിക് കവറുകൾ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ. ശരി, എങ്കിൽ നീ അവരുടെയും കൂടി ഇതിലിട്ടോ. ഓക്കെ, എല്ലാ മീനും കൂടെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. എങ്കിൽ ശരി, ഞാൻ പോട്ടെ. നിങ്ങളെപ്പോലെ എന്നെ ഒരുപാട് ചേച്ചിമാർ ഇനിയും കൊണ്ട് അപ്പുറത്ത് കാത്തു നിൽക്കുന്നു. ആ ചേച്ചിമാർക്കൊക്കെ എനിക്ക് മീൻ കൊടുക്കണം. എടാ രാമു, അതിന് നീ മതിൽ ചാടി തന്നെയാണോ വീണ്ടും പോകുന്നത്? ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്ക് ചേച്ചി, ഇനി ഞാൻ ഇങ്ങനെ വരില്ല. വരാതിരുന്നാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞങ്ങളുടെ മതിലിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ നീ തന്നെ ശരിയാക്കി തരേണ്ടി വരും. അത് നീ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ആൾക്കാർക്ക് നമ്മളോട് വെറുപ്പാണ്. അതെന്തിനാടി ഓൾക്ക് നമ്മളോട് വെറുപ്പ്? നമ്മൾ മൂന്നുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെയാ കാരണം. അത് ശരിയാ ഇവൾ പറഞ്ഞത്, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. മതി മതി, നിങ്ങളുടെ സ്വരഭാഷയിൽ ഇനിയും നിർത്താറായില്ലേ? വീട്ടിലേക്ക് പോകണ്ടേ? ശരിയാണ് അവൾ പറഞ്ഞത്. വീട്ടിൽ പോയിട്ട് ഈ ചെമ്മീനിൽ ലച്ചുവിനെ കൊണ്ട് വൃത്തിയാക്കിക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് സുഖമാണ്. പെൺപിള്ളേരുള്ളത് കൊണ്ട് പകുതി പണിയും അവരെടുത്തിക്കൊള്ളില്ലേ? എന്റെ പൊന്നോ, പെൺപിള്ളേരാണെന്ന് പറഞ്ഞിട്ട് അവളുടെ കുരുത്തക്കെടിന് ഒരു കുറവുമില്ല. മോളെ, നീ മീനും കൊണ്ട് വീട്ടിലേക്ക് നടന്നോ, മമ്മി അങ്ങോട്ടേക്ക് വന്നോളാം. ശരി മമ്മി.
മോളെ അവളുടെ മുന്നിൽ വെച്ച് പറയണ്ടെന്ന് കൊണ്ടാ ഞാൻ അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. പെമ്പിള്ളേരായതുകൊണ്ട് രക്ഷപ്പെടുന്നോ? സത്യമാ നീ പറഞ്ഞത്. പെമ്പിള്ളേരൊക്കെ ആയതുകൊണ്ട് നല്ലത് തന്നെയാണ്. പക്ഷെ രണ്ടിന്റെ കുരുത്തക്കേടുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. പിങ്കി മോൾ ലച്ചു, അല്ല ലച്ചു എത്ര മൂത്തതാ, എന്നിട്ടും അവളുടെ കുട്ടിക്കാലി ഇതുവരെ മാറിയിട്ടില്ല. രണ്ടും എന്നും അടിപിടി അത് തീർക്കാനേ എനിക്ക് സമയമുള്ളൂ. അത് തന്നെയാണ് എന്റെയും അവസ്ഥ. കുഞ്ഞാറ്റയുടെയും കുഞ്ഞാവയുടെയും കുരുത്തക്കേട് കാരണം ചില സമയത്ത് ഞാൻ വിചാരിക്കും എവിടേക്കെങ്കിലും ഇറങ്ങി പോയാലോ എന്ന്. അതുകൊണ്ട് ഇക്കാലത്തെ ആൺകുട്ടിയാ പെൺകുട്ടിയാന്ന് പറഞ്ഞൊന്നും കാര്യമില്ല, എല്ലാവരും ഇരിക്കുന്നു ഒരുപോലെ. എന്തായാലും പറഞ്ഞ സമയം കളയണ്ട, വാ ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം. ഈ വാങ്ങിയ മീനൊക്കെ വൃത്തിയാക്കിയിട്ട് വേണ്ടേ അത് ഉണ്ടാക്കാൻ. നീ പറഞ്ഞ ശരിയാണേ, ഇത് കഴുകിയിട്ട് വേണം കറി വെക്കാൻ. മമ്മി ഈ മീൻ ഇവിടെ വെക്കട്ടെ. ആ മോളെ നീ അത് അവിടെ വെച്ചോ, എന്നിട്ട് പോയിട്ട് നീ നിന്റെ ചേച്ചി വിളിച്ചിട്ട് വാ. മമ്മിക്ക് കിച്ചണിൽ പിടിപ്പത് പണിയുണ്ട്, അവിടെ ഈ മീനൊന്ന് വൃത്തിയാക്കി തരാൻ പറ. ശരി മമ്മി. തമ്പുരാട്ടി നെറ്റയിൽ കയറുന്ന ഫോണ് കാണുകയാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരടി നിന്റെ സുഖിച്ചുള്ള കിടത്തം. നിനക്ക് മമ്മി അടുക്കളയിൽ പിടിപ്പത് പണി വെച്ചിട്ടുണ്ട്. പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഇവൾ അടുക്കളയിലേക്ക് പോകില്ല. പിന്നെ എന്താണൊരു വഴി? എന്തോന്ന് പറയും? എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം. ചേച്ചി എന്താ? ചേച്ചി ഫോണ് കാണുകയാണോ? അതെ, ഞാനേ ഫണ്ണി ടോൺസ് കാർട്ടൂണിന്റെ പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട്, അത് കാണുകയാ. എന്ത് രസാണെന്നോ ഇവരുടെ കാർട്ടൂൺ കാണാൻ. കാർട്ടൂൺ കണ്ടുകുത്തിരിക്കാൻ കൊച്ചു കുട്ടിയാണെന്നാ വിചാരം. വളർന്നു വലിയ പൂത്ത് പോലെ, എന്നിട്ട് കാർട്ടൂൺ കണ്ട ഇരുത്തം. ഇപ്പൊ കാണിച്ചു തരാടി നിന്റെ കാർട്ടൂൺ കാണല്. ചേച്ചി ചേച്ചിയെ മമ്മി വിളിക്കുന്നുണ്ട്. മമ്മി വിളിക്കുന്നുണ്ടെന്നോ? എന്തിന്? എന്തിനാ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലൊരു കാര്യം, നീ ചെന്ന് നോക്ക് എന്തിനാ മമ്മി വിളിക്കുന്നതെന്ന്. അയ്യോ ഞാനതിനെ ചെന്ന് നോക്കുന്നത് ചേച്ചിയാ മമ്മി വിളിക്കുന്നത്. അതെന്തെങ്കിലും പണി തരാനായിരിക്കും. എന്താണെങ്കിലും നീ ചെന്ന് നോക്കിയിട്ട് വാ, ഞാൻ ഈ കാർട്ടൂൺ ഒന്ന് കണ്ടു കഴിക്കട്ടെ. പിന്നെ ചേച്ചിയുടെ പാർസൽ കേട്ടാത്തൊന്നും ചേച്ചിക്ക് നാളെ ഈ കാർട്ടൂണിന്റെ എക്സാം ആണെന്ന്. ഫണ്ണി ടൂൺസിന്റെ കാർട്ടൂൺ അല്ലേ, അത് അവിടെ തന്നെ ഉണ്ടാകും, അത് പിന്നെയും കാണാലോ. ചേച്ചിയെ മമ്മി വിളിക്കുന്നുണ്ട്. ഇനി വല്ലതും കഴിക്കാനായിരിക്കുമോ വിളിക്കുന്നത്? അടുക്കളയിൽ ചെന്നാൽ എന്തെങ്കിലും പണി ഉണ്ടാകും, എനിക്കൊന്നും വയ്യ പണിയെടുക്കാൻ. ചേച്ചി എന്താ നീ പെറുപിറുക്കണത്? ഒന്നുമില്ല. എന്റെ പൊന്നു മോളിലെ മോൾ ഒന്ന് ചെന്ന് നോക്കുമോ മമ്മി എന്തിനാ വിളിക്കുന്നതെന്ന്? എന്റെ ചേച്ചി വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി നോക്കിയിട്ടെന്താ? അതില്ലേ മോളെ, ചേച്ചിക്ക് വല്ലാത്തൊരു കാലുവേദന, അതുകൊണ്ടാ ചേച്ചി ഇവിടെ ഇരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ ചെറിയ പണിയാണെങ്കിൽ അത് മോള് പോയി ചെയ്തു കൊടുക്ക്. പാവം, നമ്മുടെ മമ്മിക്കൊരു സഹായമാവുകയുമില്ലേ. നമ്മുടെ കേമി പണി മുഴുവൻ എന്റെ തലയിലിടാനാണല്ലേ പരിപാടി. ഇപ്പൊ കാണിച്ചു തരാം. അതില്ലേ ചേച്ചി, മമ്മി വിളിച്ചപ്പോ ഞാൻ കിച്ചണിൽ ചെന്ന് നോക്കിയതാണ്. അപ്പൊ മമ്മി എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒരു പാൽപ്പേട എടുത്തു തന്നു. ചിലപ്പോ ചേച്ചിക്കും അത് തരാനായിരിക്കും മമ്മി വിളിക്കുന്നത്. പാൽപ്പേടയോ? അതിനിവിടെ പാൽപ്പേട ഇല്ലല്ലോ. ഉണ്ട്, ചേച്ചി കാണാതെ മമ്മി അതെടുത്ത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതാ. പിന്നെ എന്തോ മമ്മി പറയണത് കേട്ടോ, എന്തോ ഒരു ഫിഷ് കട്ട് എന്നൊക്കെ. ഫിഷ് കട്ടോ? അതെന്തോന്ന് സാധനം? അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ഇഷ്ടംപോലെ സാധനമില്ലേ, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി സാധനമായിരിക്കും. നമ്മൾ ഇതുവരെ അതൊന്നും കഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി മമ്മി വാങ്ങിച്ചതായിരിക്കും. ശരിയായിരിക്കും, മമ്മി ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, അപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും. എന്തായാലും ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. എങ്കിൽ വേഗം ചെല്ലി. പിന്നെ നീ ഫോൺ എടുക്കണ്ട, ഞാൻ വന്നിട്ട് ബാക്കി കണ്ടോളാം. ഞാൻ ഫോൺ എടുക്കത്തേ ഇല്ല, ചേച്ചി പോയിക്കോ. എന്തോ നീ ഫിഷ് കട്ട് എന്ന് ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. എന്താണെങ്കിലും എറിയുന്നത് മതിയായിരുന്നു, ഈ മധുരം കഴിച്ച് മടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് പെട്ടിന്റെ പണി കിട്ടും. ഇതെന്താ മമ്മിയുടെ മുഖം കടന്നൽ കുത്തിയത് പോലെ ഇരിക്കുന്നത്? എന്തോ ഒരു കട്ട കലിപ്പുണ്ടല്ലോ. മമ്മി മീൻ മുറിക്കുകയാണോ? അല്ലടി അല്ല, ഞാനിവിടെ തിരുവാതിര കളിക്കാം. എന്താ മീൻ കൊടുന്നോ? ഈ മമ്മിയുടെ തമാശ. പിങ്കി മോൾ പറഞ്ഞല്ലോ മമ്മി എന്തിനാ എന്നെ വിളിച്ചെന്ന്. പറഞ്ഞായിരുന്നോ? എത്ര സമയമായി നിന്നെ വിളിക്കാൻ ഞാൻ അവളെ അയച്ചിട്ട്? നീ ഇതുവരെ എവിടെയായിരുന്നു? അത് പിന്നെ മമ്മി, ഞാൻ റൂമിലുണ്ടായിരുന്നു. മമ്മി എന്തിനാ എന്നെ വിളിച്ചത്? എന്തോ കഴിക്കാൻ വിളിച്ചതാണെന്നല്ലോ അവള് പറഞ്ഞത്. മമ്മി എന്തോ പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ടെന്നോ? എന്താ അതിന്റെ പേര് പറഞ്ഞ? ഫിഷ് കട്ടോ? അങ്ങനെ എന്തോ ഒരു സാധനം. അതെവിടെ? കഴിക്കാൻ വിളിച്ചതാണ് പോലും, അതും ഫിഷ് കട്ട്. മണ്ണാൻ കട്ടിയാ. എത്ര സമയമായിരുന്നോ ഈ മീൻ മുറിക്കാൻ വേണ്ടിട്ട് നിന്നെയും കാത്ത് ഞാൻ നിൽക്കുന്നു? സമയം എന്തോരമായെന്ന വിചാരം? ഉച്ചക്കേക്കുള്ള ചോറും കറിയും ഒന്നും ആയിട്ടില്ല. ഒരു പണിക്ക് വിളിച്ചാൽ നിന്നെ ഈ അടുക്കളയുടെ ഭാഗത്തോട്ട് കാണില്ല. അത് പിന്നെ മമ്മി, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു, അതാണ്. അല്ലേ മമ്മി, ഞാൻ നോക്കുമ്പോ അവൾ അകത്ത് നിന്നേ കാർട്ടൂൺ കാണുകയായിരുന്നു. ഓഹോ, അപ്പൊ നീ എനിക്കിട്ട് പാര വെച്ചതാണല്ലടി. നിനക്ക് ഞാൻ കാണിച്ചു തരാം അവളുടെ ഒരു ഫിഷ് കട്ടർ.
അല്ലേ പൊന്നുമോളോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ മെത്തയിൽ നിന്ന് ഇറങ്ങില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ എന്തായാലും ഇനി മമ്മി മീൻ മുറിക്കാൻ തുടങ്ങിയില്ലേ, ഇനി എന്താ ആവശ്യമില്ലല്ലോ, ഞാൻ പോകട്ടെ. ഹോ വേഗം ചെല്ലു മോള്. ശരി നീ ലച്ചു അവിടെ നിൽക്കടി, അവിടെ നിൽക്കാൻ. എന്താ മമ്മി? എന്തെങ്കിലും പറഞ്ഞ് കിട്ടാൻ കാത്തോളും, അവൾ കിടക്കയിൽ പോയി ഉരുണ്ട് കളിക്കാൻ. നീ ഈ ടേബിൾ മേൽ ഇഷ്ടം പോലെ പച്ചക്കറി കാണുന്നില്ലേ, അത് മുഴുവൻ അരി. പച്ചക്കറികളോ? ഇതാരാമ്മ ഈ പച്ചക്കറികളൊക്കെ ഇവിടെ തിന്നുന്നത്? പശു അല്ലാണ്ട് ആരാ? പശുവോ? പിന്നെ നിന്നോടൊക്കെ എന്താ പറയേണ്ടത്? 3 നേരം മൂക്ക് മുട്ട കഴിക്കുന്നില്ലേ, അത് ഇതൊക്കെ തന്നെയാണ്. കിട്ടണം കിട്ടണം. മര്യാദയ്ക്ക് വേഗം ആ പച്ചക്കറി മുഴുവൻ അരിഞ്ഞോ, അല്ലെങ്കിൽ ഈ മീൻ വെള്ളം എടുത്ത് നിന്റെ തലയിൽ കൂടെ ഞാൻ ഒഴിക്കും. പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ, നിനക്ക് ഞാൻ കാണിച്ചു തരടി കുരിപ്പേ. കോയ് ചേച്ചിമാരെ നാരങ്ങ വേണ്ടേ, നാരങ്ങ നാരങ്ങ. കിലോന് 60, കിലോന് 60, നാരങ്ങ നാരങ്ങ നാരങ്ങ, ചെറുനാരങ്ങ. കോയ് അതെന്താണ്? അവിടെ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നീലു എന്താണ് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്? അറിയില്ല മോളെ, അവിടെ എന്തോ ഒരു വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ട്. മീൻ വണ്ടിയാണോ? ഹേ മീൻ വണ്ടിയല്ലാന്നാ തോന്നുന്നത്, പച്ചക്കറി വണ്ടിയാണെന്നാ തോന്നുന്നത്. കോയ് ചേച്ചിമാരെ നാരങ്ങ വേണ്ടേ, നാരങ്ങ നാരങ്ങ. എടി മണ്ടൂസേ, അത് പച്ചക്കറി വണ്ടിയല്ല, നാരങ്ങ വണ്ടിയാണ്. ഓ നാരങ്ങയാണെങ്കിൽ നന്നായി, നമുക്ക് കുറച്ച് വാങ്ങിച്ചാലോ? അതെ അതെ, പിള്ളേർക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമല്ലേ. അത് നാരങ്ങ വണ്ടിയാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചെറുനാരങ്ങ ചെറുനാരങ്ങ. ചെറുനാരങ്ങ തന്നെയാണ്. സുമേ നീ പറഞ്ഞതുപോലെ നമുക്ക് അത് വെച്ചിട്ട് അച്ചാറിടാം. അതെടി നമുക്ക് അച്ചാറിടാം, നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമല്ലേ അച്ചാറ്. ഹോ എന്റെ പൊന്നോ, വീട്ടിൽ 2 എണ്ണം ഉണ്ട്. അച്ചാറെന്ന് വെച്ചാൽ പച്ച വെള്ളം പോലെയാ കുടിക്കുക. ഇവിടുത്തെ കുട്ടികളുടെ കഥയും അത് തന്നെയാ. നമുക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം, ഇപ്പൊ വണ്ടി അങ്ങ് പോകും. പിങ്കി മോളെ നീ ആ കൊട്ട എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വാ. ആ ശരി മമ്മി. വാടി നമുക്ക് ചെന്ന് നോക്കാം. ആ ചേച്ചിമാരെ വേഗം വേഗം വാ, നല്ല നാരങ്ങയുണ്ട്. നല്ല നാടൻ നാരങ്ങയാണ്, കിലോന് 50 രൂപയേ ഉള്ളൂ. കിലോന് 50 രൂപയുണ്ടോ? അതെ അതെ, അത് ഇത്തിരി കൂടുതലാണ്. എന്താ ചേച്ചിമാരെ നിങ്ങൾ ഈ പറയണത്? 50 രൂപ കൂടുതലാണെന്നോ? നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടോ കിലോന് 50 രൂപക്ക് ചെറുനാരങ്ങ? പിന്നെ കിട്ടാണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഓഫറിലെ 20 രൂപക്ക് വരെ കിട്ടും. അതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാ. ഇത് നല്ല ഒന്നാന്തരം തനി നാടൻ നാരങ്ങയാണ്. ഇത്രയും നല്ല നാരങ്ങ നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടില്ല. വാങ്ങിക്കോളൂ വാങ്ങിക്കോളൂ. എടി നീലു, എന്തായാലും നമുക്ക് കുറച്ച് വാങ്ങാം. ശരിയാണ്, കുറച്ച് വാങ്ങാം. ചേട്ടാ ഞങ്ങൾക്ക് 1 കിലോ നാരങ്ങ താ. 1 കിലോ മതിയോ? ഒരു 2-3 കിലോ എടുത്തോന്നേ, നിങ്ങൾ കൂടുതൽ ആളില്ലേ? അയ്യോ ചേട്ടാ വേണ്ട വേണ്ട, ഞങ്ങൾക്ക് 1 കിലോ മതി. അച്ചാറിടാനാണേ. അച്ചാറിടാൻ ഇത് സൂപ്പറാണ്. മോളെ പിങ്കി മോളെ, ആ കോട്ട ചേട്ടന്റെ കയ്യിൽ കൊടുക്ക്. ദാ ചേട്ടാ ഇതിലിട്ടോ നാരങ്ങ. ദാ നാരങ്ങ. നല്ല പഴുത്ത നാരങ്ങ തന്നെ ഇട്ടില്ലേ? ഒക്കെ നല്ല പഴുത്ത് മൂത്തതാണ്. നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോയി അച്ചാറിട്ടോളി, സൂപ്പറായിരിക്കും. അച്ചാറിട്ടിട്ട് നന്നായാൽ ഞങ്ങൾ വീണ്ടും വാങ്ങും. ശരി ശരി. ദാ പൈസ. വാ മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം. നാരങ്ങ 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 നാരങ്ങ. സൂക്ഷിച്ച് നടക്കണേ മോളെ, നാരങ്ങ താഴെ വീഴും. ശരി മമ്മി. സുർക്കയും മുളക് പൊടിയും ഒക്കെ എന്റെ വീട്ടിലുണ്ട്. എങ്കിൽ നീ അതൊക്കെ എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ നിന്നുണ്ടാക്കാം നാരങ്ങ അച്ചാറ്. ശരിയാ, നമുക്ക് അവിടെ നിന്നുണ്ടാക്കാം. കുട്ടികളെയും കൂട്ടാലോ. എല്ലാരും കൂടെ സഹായിച്ചാലേ വേഗം നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഒന്ന് ഭർത്താനം നിർത്തിയിട്ട് വേഗം നടക്കണ്ടേ പെണ്ണുങ്ങളെ. വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. നാരങ്ങ നാരങ്ങ നാരങ്ങ, സൂപ്പർ നാടൻ നാരങ്ങ നാടൻ നാരങ്ങ. സുമി സൂക്ഷിച്ച്, ആ സാരിയിലെങ്ങാൻ തീ പിടിക്കും. ഞാൻ ശ്രദ്ധിച്ചോളാം നീലു. മക്കളെ ആ നാരങ്ങ നോക്കി കഴിഞ്ഞോ? കയ്യാറായി മമ്മി. മോളെ പിങ്കി മോളെ, ആ അടുക്കളയിൽ പോയിട്ട് നീ ആ ചീനച്ചട്ടി എടുത്തു വന്നേ. ഇപ്പൊ കൊണ്ടുവരാം. എന്തുവാണ് ഉസ്മാനെ കാര്യം? അതെ ലച്ചു ചേച്ചി, എനിക്കൊരു നാരങ്ങ പീസ് തരുവോ? എടാ ഉസ്മാനെ, നീ അങ്ങനെ ഒറ്റയ്ക്ക് നാരങ്ങ പീസ് തിന്നണ്ട, എല്ലാവർക്കും കൂടെ അച്ചാർ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അത് പറ്റൂല, എനിക്ക് ഇപ്പൊ തന്നെ ഒരു നാരങ്ങ പീസ് വേണം. തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കിൽ ഞാൻ എടുത്തോടും. എടാ ഉസ്മാനെ നിക്കവിടെ. ഈ കുട്ടികളുടെ ഒരു കാര്യം. നിക്കട ഉസ്മാനെ അവിടെ, നീ എന്താ കട്ടെടുത്ത് ഓടുന്നത്? ഹേയ്, ഞാൻ കട്ടെടുത്ത് ഓടിയൊന്നല്ല. പിന്നല്ലാതെ? എടീ കുഞ്ഞാവേ, ഞാൻ ചോദിച്ചപ്പോ അവർ തന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഓടിയത്. അതുകൊണ്ട് ഇത് കട്ടൊന്നല്ല. എന്നാ എനിക്ക് അതിന് പകുതി വേണം. എന്നാലും ഇജ്ജ് പിടിച്ചോ. അമ്പടി കുഞ്ഞാവേ, ഇനി ആള് കൊള്ളാലോ. എനിക്ക് പകുതി തന്നെ നീ ആരോട് പറയണ്ട കേട്ടോ, പ്രത്യേകിച്ച് ആ പിങ്കി മോളോട്.
ഇല്ല പറയൂല, വേഗം കഴിച്ചോ. ഉപ്പും കൂട്ടി കഴിക്കാനേ നല്ല രുചിയാണ്. ഞം, 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 ഞം. ഓ എന്തൊരു പുളിപ്പാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചീഞ്ചട്ടി മതിയോ മമ്മി? ആ മതി പിങ്കി മോളെ. മോൾക്ക് എവിടുന്ന കിട്ടിയേ? മമ്മി പാത്രം കഴുകിയിട്ട് പിന്നാമ്പർ തുടങ്ങാൻ വെക്കുന്നത് ഞാൻ കാണാറുണ്ടല്ലോ. മിടുക്കി, അപ്പൊ മോള് മമ്മി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ഇന്ന് സുമേ നീ അടുപ്പത്തേക്ക് വെച്ചോ. ആഹാ, രണ്ടുപേരും വന്നോ? മോളെ പിങ്കി, നീ അടുക്കളയിൽ ചെന്ന് ചട്ടകം, ഉപ്പ്, എണ്ണ, കടുക് ഇതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നേ. എന്തോന്ന് മമ്മി ഇത്? ഞാൻ മാത്രമല്ലോ ഇവിടെ. കുഞ്ഞാറ്റുണ്ട്, കുഞ്ഞാവുണ്ട്, ഉസ്മാനുണ്ട്. എന്നിട്ട് അവരോടൊന്നും ഒന്നും പറയാതെ എല്ലാ പണിയും എന്നോട് തന്നെ പറയുന്നത്. ഇതൊക്കെ ഞാൻ തന്നെ കൊണ്ടുവരണോ? അവരോടും കൂടെ പറ, അല്ലാണ്ട് ഞാൻ മാത്രം പോകില്ല. അത് മോളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പറയണത്. ആഹാ, അങ്ങനത്തെ ഇഷ്ടം വേണ്ട. ഞാൻ മാത്രമല്ല അച്ചാർ തിന്നേ, എല്ലാവരും തിന്നുന്നില്ലേ? അതുകൊണ്ട് എല്ലാവർക്കും പണി കൊടുക്കണം. അത് പിങ്കിമോൾ പറഞ്ഞത് കറക്റ്റാ നീരു. എല്ലാവർക്കും പണി കൊടുക്കണം. എന്നെ കൊണ്ടൊന്നും വയ്യ പണിയെടുക്കാൻ. എന്നാ പിങ്കിമോൾക്ക് പണിയെടുത്താലേ? എനിക്കും വയ്യ. പിങ്കിമോളും ഒറ്റയ്ക്ക് ചെയ്താൽ മതി. സുമേന്റി, ആ അപ്പൊ ഉസ്മാനും കുഞ്ഞാവക്കും അച്ചാറില്ല. അമ്മ എന്നാ ഇവിടെ എല്ലാരും പോലെ ഹെൽപ്പ് ചെയ്യണം. എന്നാ മാത്രമേ അച്ചാർ കൊടുക്കുള്ളൂ. ഓരോരുത്തർക്ക് ഓരോരോ പണി തരാം. പിങ്കിമോൾ ഉപ്പ് കൊണ്ടുവരണം, പിന്നെ കുഞ്ഞാറ്റ എണ്ണ കൊണ്ടുവരണം, പിന്നെ ലച്ചു കടുക് കൊണ്ടുവന്നാ മതി, പിന്നെ കുഞ്ഞാവ കറിവേപ്പില കൊണ്ടുവരട്ടെ. അപ്പൊ എല്ലാവർക്കും പണിയായില്ലേ? ഇപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ? എന്താ കുഞ്ഞാവേ നിന്റെ മുഖത്തൊരു ദേഷ്യം? നിനക്ക് ഓക്കെ അല്ലേ? അച്ചാർ കിട്ടണമെങ്കിൽ മതി. ഓക്കെ, ഇന്ന് എല്ലാവരും അടുക്കളയിൽ പോയിട്ട് ഓരോന്ന് കൊണ്ടുവന്നേ. നമുക്ക് വേഗം അച്ചാർ ഉണ്ടാക്കി ചോറുന്നുണ്ടേ. വേഗം പോ. പിങ്കി മോളെ, എനിക്ക് മുളക് പൊടി. എനിക്ക് എണ്ണ. ദാ നിങ്ങളുടെ ഓരോരുത്തരുടെ സാധനം നിങ്ങൾ ഓരോരുത്തർ തന്നെ എടുത്തോ. ലച്ചു ചേച്ചിന്റെ കടുക് ഞാൻ എടുത്തോളാം. ആ പിങ്കി മോൾ കാരണം എനിക്ക് പണിയെടുക്കേണ്ടി വന്നത്. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ എന്റെ വേപ്പിന്റെ അല്ലേ. ആഹാ, എല്ലാരും വേഗം എത്തിയല്ലോ. മോളെ കുഞ്ഞാവേ, നീ ഉസ്മാന്റെ പുറകിൽ നിൽക്ക്. കറിവേപ്പില ലാസ്റ്റ് ആവശ്യമുള്ളൂ. ഞാൻ ലാസ്റ്റ് നിൽക്കാനോ? ഞാൻ ലാസ്റ്റ് നിൽക്കൂല, ഞാൻ ഫസ്റ്റാ നിൽക്ക. കുഞ്ഞാവേ നിനക്ക് അച്ചാർ വേണോ? എന്നാ നീ ലാസ്റ്റ് പോയി നിൽക്ക്. എന്തോന്നിത് സുമേ, പിള്ളേരെ വരിവരിയായി നിൽപ്പിക്കുന്നത്? സൈന, ഇങ്ങനെ പിള്ളേർക്ക് തമാശയുടെ ഓരോ പണി കൊടുത്താലേ അവരറിയാതെ തന്നെ കുക്കിംഗ് പഠിച്ചോളും. ആഹാ, അത് നല്ല ഐഡിയ ആണല്ലോ. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. മോളെ ആദ്യം ആ തവി ഇങ്ങട്ടാ. ഇനിയാ എണ്ണ ഇങ്ങോട്ട് തന്നെ. മോളെ ഇത് നല്ലെണ്ണ തന്നെയല്ലേ? ആ അതമ്മ, ഇത് നല്ലെണ്ണ തന്നെയാണ്. ആ മെഡിക്ക് കൊച്ച്, അപ്പൊ അറിയാലേ അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണ വേണ്ടതെന്ന്? അറിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാണേ. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഓക്കെ, ഇത്രയും മതി. ആ മോളെ ബാക്കിയുള്ള എണ്ണ നീ അടുക്കളയിൽ കൊണ്ടാച്ചിട്ട് വാ. ഓക്കെ അമ്മ. ഇനി കടുക് മോള് വരട്ടെ. എന്തോന്ന് ചേച്ചി, ഞാൻ കൊച്ചു കുട്ടിയൊന്നല്ല. നീ കൊച്ചു കുട്ടിയൊന്നല്ലെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും നീ കൊച്ചു കുട്ടി തന്നെയാണ്. ആ മതി മതി സെന്റിമെന്റ്സ് ഒക്കെ. ദാ കടുക്. ഓക്കെ, ദാ ഇത്രയും മതി കടുക്. അയ്യോ പൊട്ടിത്തെറിക്കുന്നു. ഇനി ഉപ്പ് മോള് വന്നേ. ദാ ഉപ്പ്. ഇത്രയും ഉപ്പ് വേണോ സുമാൻഡി? വേണ്ട വേണ്ട, കുറച്ച് മതി. ദാ ഇത്രയും മതി, ബാക്കി നീ അടുക്കള കൊണ്ടുവച്ചോ. ഇനി ഉസ്മാൻ വാ. ദാ ഇത്ര മുളക് പൊടി വേണോ? ആ കുറച്ചധികം വേണം. ഓക്കെ, ഇത്രയും മതി. നീലു, ഇനി ആ ചെത്തി വെച്ച നാരങ്ങ കൊണ്ടുവന്നേ. ഓക്കെ, സെറ്റായി. അമ്മ എന്തോന്നിത്? അപ്പൊ ഞാനല്ലേ അടുത്തത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കുഞ്ഞാവേ നീ ലാസ്റ്റ് ആണെന്നേ. എന്തോന്നിത്? എന്തൊരു കഷ്ടായത്. ഇനിയെങ്കിലും ഞാൻ വരട്ടെ അമ്മ. ഓക്കെ, ഇനി കുഞ്ഞാവ വാ. ഇന്നാ പിടിക്ക്. എന്റെ പൊന്നോ ഇങ്ങോട്ടാ. ചേച്ചി നല്ല മണം വരുന്നുണ്ട്. എന്ത് നല്ല മണാണ്. അതെ അതെ, സൂപ്പർ ആയിട്ടുണ്ട്. അതെ അതെ, സുമേന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇത് ഇപ്പൊ തന്നെ ആവോ? ആടെ കൊതിയ ഒരു 5 മിനിറ്റ്. അമ്മ എനിക്ക് ഫസ്റ്റ് തരുമോ ടേസ്റ്റ് നോക്കാന്? പോടി കുഞ്ഞാവേ, എനിക്കാ ഫസ്റ്റ്. അല്ല എനിക്കാ ഫസ്റ്റ്. ദേ കുഞ്ഞാവേ വെറുതെ കളിക്കാൻ വരില്ലേ. എനിക്കാ ഫസ്റ്റ്. എനിക്കാ ഫസ്റ്റ്, എനിക്കാ ഫസ്റ്റ്, എനിക്കാ ഫസ്റ്റ്. ഓ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടുപേരും? നിങ്ങൾക്ക് രണ്ടുപേർക്കും തരുന്നില്ല, ഞാനാ ഫസ്റ്റ് തിന്നുന്നേ. പിങ്കി മോൾ എന്നോട് മിണ്ടണ്ട. കുഞ്ഞാവേ എന്നോട് മിണ്ടണ്ട. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി. നീലു, സൈന വാ, എങ്ങനെയൊരു ടേസ്റ്റ് ഒന്ന് നോക്ക്. സൂപ്പർ ടേസ്റ്റ് ആണ്. അതെ അതെ, അടിപൊളിയായിട്ടുണ്ട്. സുമാൻഡി ഞങ്ങൾക്ക് കൂടെ ടേസ്റ്റ് ആക്കാൻ തരുമോ? ഓ അതിനെന്താ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. അയ്യ, അത് അടിപൊളിയായിരിക്കും. ഇതാ കൂട്ടുകാരെ, ഞങ്ങൾ ഉണ്ടാക്കി ഇന്നത്തെ നാരങ്ങ അച്ചാർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഷുവർ ആയിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നല്ല ടേസ്റ്റ് ആണ്. ഈ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അതെ അതെ, അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നിങ്ങൾ കമന്റ് ചെയ്യുക. ചേച്ചി ചേച്ചി എന്താ ചേച്ചി ഉറങ്ങുകയാ? അല്ലടി അല്ല, ഞാനിവിടെ തിരുവാതിര കളിക്കുകയാ. ചേച്ചിയുടെ ഒരു തമാശ. നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? വെറുതെ. ഹായ്, മേക്കപ്പ് ബോക്സും ലിപ്സ്റ്റിക്കുമോ? ഇതേതാ ഈ ലിപ്സ്റ്റിക്? ഇത് പുതിയ ലിപ്സ്റ്റിക് ആണോ? ദേ, അവിടെ വെക്കടി എന്റെ ലിപ്സ്റ്റിക്. ഇതേതാ ചേച്ചി? നല്ല റെഡ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്. ഇത് എനിക്ക് നന്നായിട്ട് ചേരും. തന്നെ എന്റെ പൊന്നുമോൾക്ക് നന്നായിട്ട് ചേരുമോ അത്? എനിക്ക് ചേരുമല്ലോ ചേച്ചി ഇത്. എങ്കിലേ മോളത് കിട്ടിയ സ്ഥലത്ത് കിട്ടിയ പോലെ തന്നെ തിരിച്ചു വെച്ചേക്ക്. എന്റെ ഒരു സാധനത്തെ നീ തൊട്ടു പോകരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. ചേച്ചി എന്തോന്ന് ചേച്ചിന്ന്? ഇത് എവിടെ നിന്ന് വന്നു ഇപ്പൊ ചേച്ചിയും ചേച്ചിയും ഒക്കെ? കുറച്ചു മുന്നേ നീല നിന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തത്. അപ്പോൾ ഈ ചേച്ചി ഒന്നും കേട്ടില്ലല്ലോ. ഒരത് പിന്നെയുമില്ല. വേഗം കിട്ടിയ സ്ഥലത്ത് തന്നെ അത് വെച്ചോ. അവളെന്റെ ലിപ്സ്റ്റിക് എടുക്കാൻ വന്നിരിക്കുന്നു. ഇനി നോക്കിക്കോ നീ. ലിപ്സ്റ്റിക് മാത്രമല്ല, എന്റെ ഒരു മുട്ട സൂചി പോലും നിനക്ക് ഞാൻ തരില്ല. എന്തൊക്കെയായിരുന്നു അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചുള്ള ഷൈനിക്കൽ. എടി, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ ഷൈനിക്കലൊക്കെ കഴിഞ്ഞിട്ട് നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാ വരാൻ പോകുന്നതെന്ന്. ചേച്ചി അങ്ങനെയൊന്നും പറയാതെ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് ഷൈനിക്കലൊന്നുമല്ല. അല്ലാതെ പിന്നെ നീ എന്തോ ചെയ്തതാ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീ അന്നേരം അനുസരിച്ചോ? അതേ ചേച്ചി, എന്നോട് ഗ്രൗണ്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരാനല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വിളിച്ചപ്പോൾ അപ്പോൾ നീ വന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം വരുന്നത്? ഇനി നീ വരികയോ വരാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്റെ ലിപ്സ്റ്റിക് എന്നാ നീ കൈകൊണ്ട് തൊട്ടാൽ അത് മര്യാദയ്ക്ക് കിട്ടിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചോ. അതെ, ഞാൻ എന്നാ പുതിയ വാങ്ങിച്ച ലിപ്സ്റ്റിക്കാ. മേമയുടെ മോളുടെ കല്യാണത്തിന് പോകുമ്പോൾ എനിക്കിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഞാനത്. മുട്ടേന്ന് വീണിട്ടില്ല, അവൾക്ക് ലിപ്സ്റ്റിക് വേണം പോലെ ലിപ്സ്റ്റിക്. അങ്ങനെ മര്യാദയ്ക്ക് വാ. പകരം എനിക്ക് ദേ ഈ മേക്കപ്പ് ബോക്സ് മതി. ഹായ്, എന്തൊരു നല്ല മേക്കപ്പ് സെറ്റ് ഇത്. ഇതിൽ എന്തോരം കളർ ഐഷാഡോസ് ഒക്കെ ഉള്ളത്. ദേ നോക്ക് ചേച്ചി, ഞാൻ മേമയുടെ മോളുടെ കല്യാണത്തിനുള്ള ഡ്രസ്സിന്റെ കളർ ഐഷാഡോ ഉണ്ടല്ലോ ഇതില്. അത് മാത്രമല്ല റോസ് പൗഡറും കോമ്പാക്റ്റും ഒക്കെ ഉണ്ട്. എനിക്കിത് മതി. തന്നെ മതിയോ? മോക്കിത് മതിയോ? നിന്നോടല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്? എന്റെ ഒരു സാധനം തരില്ലാന്ന്, ഒരു മുട്ട സൂചി പോലും നിനക്ക് ഞാൻ തരില്ലാന്ന് മര്യാദ അവിടെ വെക്കാനാ പറഞ്ഞത്. വച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ റൂമിൽ നിന്ന് തന്നെ പുറത്താക്കും. എന്റെ സാധനത്തെ തൊട്ട് കളിച്ചിട്ട് എന്നോട് തർക്കിക്കുന്നോ? ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. മോങ്ങിക്കോ, പശു മോങ്ങണത് പോലെ മോങ്ങിക്കോ നീ. എന്നാലും എന്റെ ഈ സാധനം ഞാൻ തരില്ല. കള്ളക്കരച്ചിലം കൊണ്ട് വന്നിരിക്കുന്നു അവൾ. വേഗം ചെല്ല് പൊന്നുമോള്. അമ്മയെ അടുക്കളയിൽ പണിയെടുക്കുന്നു, അവിടെ പോയി വേഗം പോയി പറഞ്ഞു കൊടുത്തോ. എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ എന്റെ മേക്കപ്പ് സാധനം ഒന്നും പോലും നിനക്ക് തരില്ല. എന്താ കൊച്ചേ മോങ്ങിക്കൊണ്ട് വരുന്നത്? രാവിലെ തന്നെ തുടങ്ങിയോ? നീ ആരുടെ കാര്യമായി പറയണത്? കുരുത്തം കെട്ടവളെ, മൂത്തവളെയാണടി അവളെ ഇവിടെ എന്നൊക്കെ വിളിക്കണത്. അവളെ നിന്റെ എത്ര വയസ്സിന് മൂത്തതാണ്? നിന്നോടാണടി അവളെ കാര്യം അങ്ങനെയൊക്കെ വിളിക്കാൻ പറഞ്ഞത്?
കുത്താൻ നീ എന്താടി പോത്തോ? പോത്തല്ല, പശു. കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. ഇങ്ങനെ നുണ പറയാ കേട്ടോ ചേച്ചി. ഞാനെന്ത് നുണ പറഞ്ഞെന്നാ? ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമാണെന്നോ? ഞാൻ ചേച്ചിയോട് 1000 പ്രാവശ്യം ചോദിച്ചില്ലേ ആ മേക്കപ്പ് ബോക്സും ലിപ്സ്റ്റിക്കും ഞാൻ അങ്ങോട്ട് ഉപയോഗിച്ചോട്ടെ എന്ന്? എന്നിട്ട് ചേച്ചി എന്നെ സമ്മതിച്ചോ? മേമയുടെ കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ വാങ്ങിയതാണെന്നല്ലേ ചേച്ചി എന്നോട് പറഞ്ഞത്? അതെ, അതെല്ലോ അങ്ങനെ തന്നെയാ വാങ്ങിയത്. പക്ഷെ നിന്നോട് ഉപയോഗിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മമ്മി നോക്ക് മമ്മി, ദേ ചേച്ചി പച്ച കളവാണ് പറയണത്. സത്യമാ മമ്മി ഞാനീ പറയണത്. ഇവിടെ വല്ല CCTV ഉണ്ടെങ്കിൽ ഞാൻ ഈ സത്യം തെളിയിച്ചേനെ. ഒന്ന് നീട്ടുന്നുണ്ടോ രണ്ടും കൂടെ? കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. ദേ ഈ ഗ്യാസ് മേലെ അത്യാവശ്യം വെള്ളമുണ്ട്. ആ നേരത്തെ രണ്ടിന്റെ മൂന്നേണം ഞാൻ ഒഴിച്ചു തരും. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതിനുണ്ട് പരിധി. നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ദേ ഞാനൊരു കാര്യം മര്യാദയ്ക്ക് പറയാം. എല്ലാ സാധനവും രണ്ടുപേരും ഒരുമിച്ച് ഉപയോഗിച്ച് കൊള്ളണം. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അല്ലാണ്ട് നിനക്ക് അവൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം പോലും വാങ്ങി തരില്ല. അതൊക്കെ ഈ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും മമ്മി. എന്നോട് എന്ത് പറയാനാ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ദേ പിങ്കിമോളെ, നിന്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അവൾ വന്നോളും. മമ്മി ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? ദേ ഇവളാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വയസ്സ് മൂത്തോളെന്ന് ഇവളെന്നൊക്കെ വിളിക്കുന്നോ? അയ്യോ മമ്മി വീട് വീട്. ദേ എന്റെ മുന്നിൽ നിന്ന് രണ്ടുപേരും ഇപ്പൊ പോയിക്കൊള്ളണം. അല്ലെങ്കിൽ ഈ അടുക്കളയിലുള്ള മുഴുവൻ പണി നിങ്ങൾ ചെയ്യേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യേ കിട്ടണം കിട്ടണം. ഇപ്പൊ മനസ്സിലായില്ലടി എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. ആ ഗ്രൗണ്ടിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തപ്പോ തൊട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്കിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പണി തരുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? നോക്കിക്കോടി, ഇതിനൊക്കെ ശിക്ഷ നിനക്ക് കിട്ടും കളവിങ്ങനെ പറഞ്ഞതിന്. എന്റെ പൊന്നു നോക്കിപ്പോ ചേച്ചിയുടെ വില മനസ്സിലായില്ലേ? ആദ്യം നീ എന്നെ ബഹുമാനിക്കാൻ പഠിക്കും. എന്നിട്ട് നീ ആലോചിക്കാം എന്റെ കയ്യിലുള്ള സാധനം നിനക്ക് തരണോ തരണ്ടയോ എന്ന്. ഓഹോ, അപ്പൊ അതാണല്ലേ സംഭവം. എടി ലച്ചു, എനിക്ക് അപ്പോഴേ നിന്നെ സംശയമുണ്ടായിരുന്നു. എന്തോ ഒരു കുരുത്തക്കട നിന്റെ കയ്യിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഒളിച്ചു നിന്നത്. ഇപ്പൊ എനിക്കൊക്കെ മനസ്സിലായി. ദേ നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാം. ഇവൾക്ക് നിന്റെ കയ്യിലുള്ള മുഴുവൻ സാധനങ്ങളും കൊടുത്തോളണം. അതൊക്കെ ഇനി മുതൽ ഇവളുടെ സ്വന്തം. മമ്മി എന്തോന്ന് മമ്മി മിണ്ടി പോകരുത് നീ. ഹോ, എന്താ അവളുടെ ഒരു അഭിനയം. ശരിക്കും നിനക്ക് വട്ടാനാ തോന്നുന്നത്. അതെ, ഞാൻ എന്ത് വന്നാലും ഇന്ന് വരില്ല. വേണമെങ്കിൽ നാളെ രാവിലെ വന്നിട്ട് അതൊക്കെ ഒന്ന് കാണാം. ഇപ്പം എനിക്ക് കിടന്നുറങ്ങണം. മോളെ, അതിനവർ രാത്രി കാണേണ്ട സ്ഥലമാണ്. അച്ഛൻ അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല കേട്ടോ. മോൾ എന്റെ കൂടെ വാ, ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ആ, ഇനി മോക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ മോൾ വരണ്ട, ഞാൻ ഈ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഇതെന്താ മറിമായം? സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോകാൻ വരെ പേടിയുള്ളവളാണ്. എന്നിട്ടാണ് ഈ പാതിരാത്രി മുറ്റത്തൊറ്റയ്ക്ക് പോയിരിക്കുന്നത്. ഇതെന്തൊരു അത്ഭുതമാണ്. എന്തേലാവട്ടെ, ഞാൻ കിടന്നുറങ്ങാൻ പോവുക. അല്ലെങ്കിൽ ഇനിയെന്നാ മുറ്റത്ത് അവൾ പറഞ്ഞതുപോലെ ഭംഗിയുള്ള കാഴ്ച ഉണ്ടാകുമോ? അങ്ങനെയെല്ലാം ഉണ്ടായാൽ തീർച്ചയായും അവൾ രാവിലെ എഴുന്നേറ്റ് എന്നെ കളിയാക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോകണോ അതോ പോവണ്ടേ? എന്നാലും പോയാലോ? ഒന്ന് ചെന്ന് നോക്കിയാലോ? അവൾ ഏത് വഴിക്കാണാവോ പോയത്? എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം. കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റേ, ഈ പെണ്ണിന് എവിടെ പോയി? ഇത് നല്ല കഥ. നല്ല ഭംഗിയുള്ള സ്പോട്ടാണെന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഇവിടെ പോയി കിടക്കിയ അവള്. കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റേ, നീ എവിടെ? അയ്യോ ദൈവമേ, ഇതെന്തൊക്കെ സൗണ്ടായി കേൾക്കുന്നത്? എടി കുഞ്ഞാറ്റേ, നീ എവിടെയാ? കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റേ. ഇവിടെ വന്നാൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വരണ്ടായിരുന്നു. അയ്യോ അമ്മേ, അതെന്താ പൊട്ടിയേ? കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റേ, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ, എനിക്ക് പേടിയാവുന്നുണ്ട്.
ഉണ്ടായിരുന്നു. ഞാൻ എത്ര തവണ വിളിച്ചു നിന്നെ? അയ്യോ ഞാൻ കേട്ടില്ല മക്കളെ, അതുകൊണ്ടല്ലേ. ആ മതി മതി, ഇനി വാ നമുക്ക് പോകാം. വേഗം വാ, നമുക്കിനി പോയി കിടക്കാം. അയ്യേ പോലെ പോലെ, ഞാൻ കാണിച്ചു തരാം നിനക്ക് ഭംഗിയുള്ള സ്ഥലം. ഒന്ന് പോ കുഞ്ഞാറ്റെ, എനിക്കൊരു ഭംഗിയുള്ള സ്ഥലം കാണണ്ട. ഒന്ന് വേഗം വാ, നമുക്ക് പോകാം. അയ്യേ അങ്ങനെ പറയില്ലേ, നമുക്ക് കാണണ്ട ഭംഗിയുള്ള സ്ഥലം. ഞാനില്ലേ കൂടെ, പിന്നെ എന്തിനാ നീ പേടിക്കണത്? വാ നീ എന്റെ കൂടെ വാ. എന്റെ പൊന്നു കുഞ്ഞാവേ, ഈ രാത്രി ആരെങ്കിലും പുറത്തോട്ട് ഇറങ്ങോ? എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ ഒപ്പം, പിന്നെ എന്തിനാ നീ പേടിക്കണത്? എന്നാ വേഗം വാ, എനിക്ക് നല്ലോണം പേടിക്കുന്നുണ്ട്. നമുക്ക് വേഗം കണ്ടിട്ട് തിരിച്ചു പോകാം. ദാ അത് ഇവിടെ തന്നെയാണ്, ഇപ്പത്തെ സൈഡിൽ തന്നെ. നീ എന്റെ കൂടെ വാ. കണ്ടോ മോൾ അങ്ങോട്ടേക്ക് നോക്ക്, അവിടെ കുറേ മിന്നമിനികളൊക്കെ പറക്കുന്നില്ലേ? വാവ് സൂപ്പർ, നല്ല അടിപൊളി കാഴ്ച. ഞാൻ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ ഇതൊന്നും കാണില്ലായിരുന്നു അല്ലേ? അതിലെ ഞാൻ പറഞ്ഞത് ഇവിടെ ഭംഗിയുള്ള കാഴ്ച ഉണ്ടെന്നേ. ഈ കാഴ്ച കാണാൻ നമുക്ക് അച്ഛനും അമ്മയും കൂട്ടായിരുന്നു അല്ലേ? ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. എന്തായാലും സമയം കുറയായില്ലേ, ഇനിയും ഇവിടെ ഇരുന്ന് കളിച്ചാലേ അച്ഛനും അമ്മയുടെ കയ്യിൽ നല്ല തല്ല് കൊള്ളും. വാ നമുക്ക് പോകണ്ടേ? ഇതെന്താ പെണ്ണൊന്നും മിണ്ടാത്തത്? എടി കുഞ്ഞാറ്റെ, നമുക്ക് പോകണ്ടേന്ന്. നിന്റെ ചെവി പൊട്ടിയോ? ഇതെന്താ ഇവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്? കുഞ്ഞാറ്റെ 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 കുഞ്ഞാറ്റെ, ഉറക്കം വരില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന ആളാ. എനിക്ക് തോന്നി ഇവിടെ കിടന്ന് പോത്ത് പോലെ കിടന്നുറങ്ങുകയാണെന്നാ. എടി കുഞ്ഞാറ്റെ, ഒന്ന് ഇങ്ങോട്ട് നോക്ക്. ഇതെന്തൊരു ഉറക്കമാണ്, ഒന്ന് ഇങ്ങോട്ട് നോക്കടി. ദേ ഞാൻ കുറെ സമയമായി വിളിക്കുന്നു, ഒന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മോളെ കുഞ്ഞാവേ. അയ്യോ ഇതെന്താ ഇങ്ങനെ? കുഞ്ഞാറ്റെ കുഞ്ഞാറ്റെ, നിനക്ക് എന്താ പറ്റി? അയ്യോ ഓടി വാ, രക്ഷിക്കണേ. മോളെ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എനിക്കിത്തിരി ചോര തന്നാ മതി, ചോര. മോളെ കഴുത്തിൽ കുറച്ച് ചോരയില്ലേ, അത് തരുമോ? വല്ലാണ്ട് ദാഹിക്കുന്നു എനിക്ക്. മോളിങ് അടുത്തോട്ടേക്ക് വാ. അയ്യോ അമ്മേ, രക്ഷിക്കണേ, പ്രേതം. അയ്യോ അമ്മ, പ്രേതം പ്രേതം. എന്തുവാടി ഇത്? കുറെ സമയമായല്ലോ തുടങ്ങിയിട്ട്. മനുഷ്യന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അയ്യോ അമ്മ, പ്രേതം. ദേ ഇവിടെ പ്രേതമാണ്. ഇവിടെ ഞാൻ പ്രേതമായിട്ട് കണ്ടു. ഓരോരോ സ്വപ്നം കണ്ട് കിടന്നിട്ട്